أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ഇസ്ലാമിലേക്ക് കാലേക്കൂട്ടി വന്ന ആരൊക്കെയുണ്ടവരെ ചരിത്രങ്ങളാണ് പറയുന്നത്. കുറേ എണ്ണി. വമിന സാബിഖീന ഇലൽ ഇസ്ലാം അബൂ ദർദിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലേക്ക് നേരത്തെ വന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് ആര്? അബൂ ദർദിൽ ഗിഫാരി. അബൂ ദർ എന്നുള്ളത് ഓമന പേരാണ്. ഇവിടെ സ്വന്തം പേരെന്താ? ജുന്ദുബ് എന്ന. വസ്മുഹു ജുന്ദുബ് ബിനു ജുനാദത്ത. ജുനാദത്ത എന്നങ്ങനെ വായിക്കണം, ബിളമ്മിൽ ജീമി. ജുന്ദുബിൻ്റെ അവിടെ അങ്ങനെ തന്നെ. ഫീഹിമ എന്ന് ജുന്ദുബിലും ജുനാദയിലും. വസബബു ഇസ്ലാമിഹി, ഇത് മുമ്പ് വേറെ സ്വന്തം ചരിത്രം പറയുന്ന അവസരത്തിൽ വിശാലമായി പഠിച്ചിട്ടുണ്ട്. ഇസ്ലാമാകാനുള്ള കാരണം മാ ഹദ്ദസ ബിഹി, ബഹുമാനപ്പെട്ടവർ തൻ്റെത് പറയുന്നുണ്ട്. കാല, അതായത് ജാഹിലിയ്യത്തിൻ്റെ ഒന്നിനും മൂപ്പർ പങ്കെടുക്കില്ല, ഒറ്റപ്പെട്ടിട്ട് ഒരു ഭാഗത്ത് ജീവിക്കലാണ്. ജാഹിലിയ്യത്തിൽ നടക്കുന്ന പല അനാവശ്യങ്ങളും തമ്മാടിത്തരങ്ങളും കുറ്റകൃത്യങ്ങളും അതെല്ലാം ഒരു നിൽക്കും. അവ നല്ല സാലിഹായ ഒരാൾ തന്നെ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതാ പറയുന്നത്. ഖാല സല്ലൈതു ഖബല അൻ അൽഖൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നതിൻ്റെ മുമ്പ് ഞാൻ നിസ്കരിക്കാറുണ്ടായിരുന്നു. സലാസ സിനീന, 3 കൊല്ലം നിസ്കാരം അറിഞ്ഞിട്ടൊന്നുമല്ല. അതങ്ങനെ ലില്ലാഹി തആല അതവജ്ജഹു ഹൈസു യുവജ്ജിഹുനി റബ്ബി. റബ്ബ് എങ്ങോട്ട് തിരിഞ്ഞേക്കാനാണ് എനിക്ക് തോന്നിക്കുന്നത്, ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കും. കാരണം കിബിലൊന്നൊന്ന് താറ്റിക്കായിട്ടില്ലല്ലോ, അങ്ങനെ കണ്ടിട്ടുമില്ല. ഏതായാലും ഫബലഗന അന്ന റജുലൻ ഖറജ ബിമക്ക. നമുക്ക് വിവരം കിട്ടി മക്കയിൽ ഒരു റജുല് വന്നിട്ടുണ്ട്. യസ്അമു അന്നഹു നബിയ്യുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫഖുൽതു ലി അഖി അനീസ്, എൻ്റെ സഹോദരൻ അനീസിനോട് ഞാൻ പറഞ്ഞു, ഇൻതലിഖ് ഇലാ ഹാദർ റജുൽ, ആ പറയപ്പെട്ട റജുലിനെ കാണാൻ നീ ഒന്ന് പോട്. ഫകല്ലിംഹു, അങ്ങനെ അവരെ കണ്ടിട്ട് സംസാരിക്കണം. എന്നിട്ട് വഅ്തിനി ബിഖബരി, അതൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ആരനീസ്? അനീസിനെ. ഫലമ്മ റജ അനീസ്, അനീസ് പോയി മടങ്ങി വന്നതിന് ശേഷം ഖുൽതു ലഹു, ഞാൻ ചോദിച്ചു, മാ ഇൻദക, എന്താ അനീസ വിവരം? പക്ഷെ എനിക്ക് കൂടുതലൊന്നും പഠിക്കാൻ സാധിച്ചിട്ടില്ല. എന്താ ഉള്ളത്? ഖാല വല്ലാഹി റഅയ്തു റജുലൻ യഅ്മുറു ബിഖൈരിൻ വയൻഹ അൻ ശർരി. ഖൈർ കൊണ്ട് കൽപ്പിക്കുകയും ശർറ് വിരോധിക്കുകയും ചെയ്യുന്ന ഒരു മഹാനായ ഒരു റജുലിനെ ഞാൻ കണ്ടു. വയസ്അമു അന്നല്ലാഹ അർസലഹു, അവരെ അല്ലാഹു തആല റസൂലാക്കി അയച്ചു എന്നിവർ പ്രഖ്യാപിക്കുന്നുമുണ്ട്. വറഅയ്തുഹു യഅ്മുറു ബിമകാരിമിൽ അഖ്ലാഖ്, നല്ല സൽസ്വഭാവങ്ങളായ കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും അവർക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ചിലത് തലപ്പറമ്പിലെ അബ്ദുൽ മുസ്ലിയാറെ കുറിച്ച് ചെറിയ ലേഖനം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് കുടുംബക്കാരുടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് വലിയൊരു മൂലാതൊക്കെയാണ്, താടിയുണ്ടോ അവർക്ക്. അമ്മൻ അതെനിക്ക് പണ്ടേ അറിയുന്നത് തന്നെ, അവരുടെ കുടുംബക്കാർക്ക് അറിയില്ല. അതാ പുരാപ്പിളാറും വലിയക്കളും മക്കളൊക്കെ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. എന്തെങ്കിലും 2 കെലിമത്ത് കിട്ടിയെങ്കിൽ. ഖുൽതു, ഞാൻ ചോദിച്ച്, ഫമാ യഖൂലുൻ നാസു ഫീഹി, ആ വ്യക്തിയുടെ കാര്യത്തിൽ ജനങ്ങൾ എന്ത് പറയുന്നത്? ഖാല യഖൂലൂന ഷാഇർ, കാഹിന്, സാഹിർ എന്നൊക്കെയാണ് തങ്ങളെ എന്താക്കുന്നത്, കുറ്റപ്പെടുത്തി പറയും. ഒരു കവിയാണ്, പിന്നെ കാഹിനാണ്, സാഹിറാണ് എന്നൊക്കെ.
വല്ലാഹി ഇന്നഹു ലസാദിഖുൻ, പക്ഷേ അള്ളാഹനെ തന്നെ സത്യം, അവർ സാദിഖായ ഒരാളാണ്. വ ഇന്നഹും ലകാദിബൂൻ, ജനങ്ങൾ പറയുന്നത് മുഴുവനും കളവാണ്. അനീസ് കൊടുത്ത വിവരാണ്. ഫഖുൽതു, ഞാൻ പറഞ്ഞു ഇതുകൊണ്ടൊന്നും പൂർത്തിയായിട്ടില്ല. അക്വിനി ഹത്താ അദ്ഹബ ഫഅൻദുറ, ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് വിവരം അറിയട്ടെന്ന്. അങ്ങനെ കാല നഅം, ആയിക്കോട്ടെ. പക്ഷേ അനുജൻ പറഞ്ഞു കൊടുക്കുന്നത് വകുൻ അല ഹദരിൻ മിൻ അഹ്ലി മക്ക, മക്കക്കാർ വളരെ ശ്രദ്ധിച്ചു പോകണം. നിങ്ങളെന്താക്കും, തങ്ങളെയാ കാണാൻ വന്നെന്ന് പറഞ്ഞാൽ പിടികൂടും, അടികിട്ടും, പലതും നടക്കും ഇവിടെ. അങ്ങനെ ഫഹമൽതു ജിറാബൻ, വെള്ളത്തിൻ്റെ ഒരു പാത്രം കരുതി, വ അസാൻ, ഒരു വടിയും എടുത്തു. ഹത്താ അഖബൽതു അതൈതു മക്ക, അങ്ങനെ യാത്ര ചെയ്ത് എവിടെത്തി? മക്കയിലെത്തി. ഫജഅൽതു ലാ അഅരിഫുഹു വഅക്റഹു അൻ അസ്അല അൻഹു, തങ്ങളെനിക്ക് പരിചയമില്ല, ചോദിക്കാനൊട്ടോ ധൈര്യവുമില്ല. ചോദിച്ചാൽ എന്താക്കും, നബിയുടെ ശത്രുക്കളാ മറ്റാണെങ്കിൽ അന്ന് പിന്നെ ബാക്കി വെക്കൂലല്ലോ. ഫമകസ്തു ഫിൽ മസ്ജിദി, അൽ മസ്ജിദ് ഏതാ? മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാമിൽ ഞാൻ താമസിച്ച് 30 ലൈലത്തൻ യൗമൻ, 30 ദിവസം, മാസക്കാലം അവിടെ കഴിഞ്ഞുകൂടി. വമാക്കാനലി ത്വആമുൻ, എനിക്ക് മറ്റു ഭക്ഷണങ്ങളൊന്നും ഇല്ല. മാവു സംസം, സംസം വെള്ളമായിക്കൊണ്ട് പറഞ്ഞൊന്നുമില്ല. അതെന്തിന്? ഭക്ഷണത്തിനായാലും പാനീയത്തിനായാലും മരുന്നിനായാലും എല്ലാതും അതിൽ നിന്നാണല്ലോ. അങ്ങനെ സമയത്തു എനിക്ക് നല്ല തടിയെല്ലാം കൂടി, തടിയെല്ലാം പൊടിച്ച്. ഹത്താ തക്കസ്സരത്ത് വെക്കുന്ന ബത്തനി എന്ന് വെച്ചാൽ വയതിൻ്റെ ചുളിവെല്ലാം കണ്ട് ശരിയായി ഒന്ന്, പക്ഷെ നല്ല ഉഷാറായിരുന്നു. വമാ വജത്തു അലയ്യ ഷഹനത്തു ജൂഇൻ, സഹനത്ത് എന്ന് പറഞ്ഞാൽ ബിത്തഹരിക്ക് ഹറാറത്തും യജിദുഹൽ ഇൻസാനു മിൻ ജൂഇൻ, വിശപ്പുണ്ടാകുന്ന അവസരത്തിലുണ്ടാകുന്ന വയറ്റിൻ്റെ ഒരു ചൂടുണ്ടല്ലോ, ഇതൊന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല. സംസം കുടിച്ച്. ഫഫീ ലൈലത്തിൻ ലം യതുഫ് ബിൽ ബൈത്തി അഹദുൻ, ഒരു രാത്രിയിൽ തവാഫ് ചെയ്യാൻ ആരുമില്ല, ഒന്ന് കിട്ടി. വഇദാ ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ വന്നിട്ടുണ്ട്. ജാഅ ഫതാഫ ബിൽ ബൈത്തി സുമ്മ സല്ല, തവാഫും ചെയ്ത് നമസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ തങ്ങളാണെന്ന് കൂടുതൽ അറിയില്ല, അങ്ങനൊരാൾ വന്നു. ഫലമ്മ തമ്മത്ത് സ്വലാത്തുഹു, തങ്ങൾ നിസ്കാരമെല്ലാം കഴിഞ്ഞ ശേഷം അത്തയ്ത്തു, ഞാൻ മെല്ലനെ പോയിട്ട് ഫഖുൽതു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ പോയിട്ട് പറഞ്ഞു. അപ്പോൾ നേരത്തെ ആരും പരിചയപ്പെടുത്തിയിട്ടില്ല, പക്ഷെ അവരുടെ ബസീറത്തോട് തിരിച്ചു. അങ്ങനെ തിരിയലുണ്ട്. മുമ്പ് ഹജ്റത്ത് റളിയല്ലാഹു അൻഹു പേരെഴുന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഒന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് വാപ്പച്ചിലേക്ക് പോയി. അപ്പോൾ പീടിയെന്ന് ഒരാൾ ചോദിച്ച് ഹജ്റത്തിൻ്റെ പേർക്ക് എങ്ങോട്ടാണ് കൊണ്ട് ഇങ്ങനെ പോയിക്കൊന്നു നോക്കുമ്പോൾ അവൻ വിചാരിക്കുന്ന നല്ല ഉറഫറയായ ആലിമിൻ്റെ കോലത്തിൽ കൊടയും പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാരാന്ന് എനിക്ക് പരിചയമില്ല, കണ്ടപ്പോൾ ഹജ്റത്താന്ന് എനിക്ക് മനസ്സിലായി. ഹസലം ചെയ്തു പോന്നിട്ട് പരിചയപ്പെട്ടി. അത് കാണുമ്പോന്നുണ്ട് അതിൻ്റെ അലാമത്തോട് തിരിയുന്നത്. അതെന്തിനാ ആ ഉത്തരം ഞാൻ പറഞ്ഞെന്തിനാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പ് കാണാത്ത ആൾ മനാമിൽ കണ്ട ഇക്കണ്ടത് തങ്ങളാണെന്ന് എങ്ങനെ തിരിയതെന്ന് ചോദിച്ചൊരു മറുപടിയാണ്. ഷമായിൽ ഓതിയാക്ക് തിരിയും. അപ്പം ഫറഅയ്തുൽ ഇസ്തിബ്ശാറ ഫീ വജ്ഹിഹി, തങ്ങളുടെ മുഖത്ത് നല്ല സന്തോഷം പ്രകടമായി. സുമ്മക്കാല, എന്നോട് ചോദിച്ചു മനിർ ആരാന്ന്, ഈ ആളാരാന്ന്? ഫഖുൽതു മിൻ ഗിഫാർ, ഗിഫാർ എന്നങ്ങനെ വായിക്കണം, ബി കസ്റൽ മുഅ്ജമ, ഗിഫാറിൽ നിന്ന് വന്നതാണ്. കാല മതാ കുന്ത, എത്ര കാലമായി ഇവിടെ വന്നിട്ട്? കാല കുന്തു ഹുനാ മിൻ 30 ബൈന യൗമിൻ വ ലൈല, രാത്രിയും പകലും 30 ദിവസം ഇവിടെ കഴിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നും പറഞ്ഞു. കാല ഫമൻ കാന യുത്ഇമുക, എവിടുന്നാ ഭക്ഷണം കിട്ടുന്നത്? ഖുൽതു മാ കാന ലീ മിൻ തുആമിൻ ഇല്ലാ മാഉ സംസം, സംസം വെള്ളം കുടിക്കലല്ലാതെ വേറെ ഭക്ഷണമില്ല എന്ന്. ഫസമിൻതു ഹത്താ തകസ്സറത് ഉഖുലു ബത്നി, അങ്ങനെയൊക്കെ തടിയെല്ലാം കൂടിയിട്ട് ആള് ഉഷാറായിട്ടുണ്ട് എന്നും പറഞ്ഞു. വമാ അജിദു അല ബത്നി ഷഹനത്തെ ജോയിനത്തെ പറഞ്ഞ മതി, വിശപ്പിൻ്റെ കാഠിന്യങ്ങളോ അതിൻ്റെ ചൂടൊന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല.
പറഞ്ഞു. ഖാല മുബാറക് എന്ന് പറഞ്ഞാലോ സംസം വെള്ളം ബർക്കത്താക്കപ്പെട്ട വെള്ളമാണ്. ഇന്നഹാ തആമുൻ തുഅമിൻ ശിഫാ സഖമിൻ മാഉ സംസം. അത് ഭക്ഷണത്തിൻ്റെ ആളുകൾക്ക് ഭക്ഷണമാണ്, രോഗികളാണെങ്കിൽ അവർക്ക് ശിഫയുമാണ്. മാഉ സംസം ലിമാ ശുരിബ ലഹു. അത് കുടിക്കുമ്പോൾ എന്താണോ നിയത്ത് ചെയ്തത് അതിനുള്ളതാണെന്നും. എന്താ ഇൻ ശരിബിട്ടഹു ലി തസ്ഫിയ, നിനക്ക് രോഗം മാറാൻ വേണ്ടി കുടിച്ചോ ഷഫാക്കല്ലാ. വൈൻ ശരിബിട്ടഹു ലി തസ്ബഅ, വിശപ്പ് മാറാൻ വേണ്ടി കുടിച്ചതാണോ അസ്ബഅക്കല്ലാ. വൈൻ ശരിബിട്ടഹു ലി തഖ്തഅ ലമൗക, ദാഹം തീർക്കാൻ വേണ്ടി കുളിച്ചതാണോ ഖത്തഅഹുല്ലാ, ദാഹം തീരും. അതുകൊണ്ടല്ലേ സംസം കുടിക്കുമ്പോൾ പല നിയത്തും പറയുന്നത്. എന്നിട്ടോ വഹിയ ഹംസത്തു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ചവിട്ട് ഉണ്ടല്ലോ, അതുകൊണ്ടുണ്ടായതാണ്. ഏത് കാലത്ത്? ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ കാലം. അതിനുശേഷം അത് മൂടലും പിന്നെ തുറക്കലും കുറേ ഇസ്ലാം കഴിഞ്ഞു പോയി. വസിക്കായത്തുല്ലാഹി, ഇസ്മായിൽ അലൈഹിസ്സലാമിന് അള്ളാഹു തആല കുടിക്കാൻ കൊടുത്ത വെള്ളം. വജാഅത്ത് തളല്ലുഉ മിൻ മാഇ സംസമ ബറാഅത്തു മിനൻ നിഫാഖ്, സംസം വെള്ളം വയറ് നിറയെ കുടിക്കുക എന്നുള്ളത് നിഫാഖിനെ തൊട്ട് രക്ഷയാണ്. വജാഅ ആയത്തു മാ ബൈനനാ വബൈനൽ മുനാഫിഖീൻ, നമ്മുടെയും മുനാഫിഖിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം അന്നഹും ലാ യതളല്ലഊന മിൻ മാഇ സംസം, സംസം വെള്ളം വയറ് നിറയെ കുടിക്കാൻ കഴിയൂല. അപ്പോൾ സംസമിൻ്റെ പന്നായിലടക്ക് പറഞ്ഞ് അതാട്ടെ. വജാഅ അന്ന അബാ ദർരിൻ അവ്വലു മൻ ഖാല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക എന്ന് പറഞ്ഞ ആ വാക്ക് ആദ്യമായി പറഞ്ഞതാരാണ്? അബൂദറാണ്. അല്ലത്തി ഹിയ തഹിയ്യത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ തഹിയ്യത്തായ ആ സലാം. ഫഹുവ അവ്വലു മൻ ഹയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി തഹിയ്യത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ തഹിയ്യത്ത് കൊണ്ട്, തഹിയ്യത്ത് അതായത് സലാം പറഞ്ഞത് ആദ്യത്തെ ആളാണ്. വബായഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അല്ലാ തഅഖുദഹു ഫില്ലാഹി ലൗമത ലാഇം, തങ്ങളോട് ബൈഅത്ത് ചെയ്തെന്താ? അള്ളാഹിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരാളെയും പേടിക്കൂല. ആക്ഷേപിക്കലോ അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തലോ എന്നെ ദ്രോഹിക്കലോ അതൊന്നും ഞാൻ കൂട്ടാക്കൂല. എനിക്ക് അത്രത്തെ ധൈര്യം അതിൻ്റെ വേണ്ടി തങ്ങളോട് ബൈഅത്ത് ചെയ്തതാണ്. ഒന്ന് വഅലാ അൻ യഖൂലൽ ഹഖ് വലൗ കാന മുർറൻ, സത്യം പറയുക എന്നുള്ളത് ഒരു കൈപ്പേറിയ അവസ്ഥയാണെങ്കിലും സത്യമേ പറയുള്ളൂ എന്ന് ഞാൻ ബൈഅത്ത് ചെയ്തു. ചിലപ്പോൾ സത്യം പറയാൻ സാധിക്കൂല, അത് കൈപ്പേറുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വമിൻ തമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അളല്ലത്തിൽ ഖളറാഉ വലാ അഖല്ലത്തിൽ ഖബറാഉ അസ്ദഖ മിൻ അബീ ദർരിൻ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ തങ്ങളെപ്പറ്റി പറഞ്ഞെന്താ? ആകാശം തണലിട്ടിട്ടില്ല, ഭൂമി വഹിച്ചിട്ടുമില്ല, അബൂദറിനേക്കാൾ ഇത്ര നേര് പറയുന്ന ഒരാളെ വേറെ കണ്ടിട്ടില്ല. അമ്പിയാക്കളില്ലാന്ന അർത്ഥത്തിലല്ല, അമ്പിയാക്കൾ ഒഴികെയുള്ള മറ്റാളെ പറ്റിയത്. അത്രമാത്രം സത്യം പറയുന്ന ഒരാളെ വേറെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ അത് കൈപ്പനുഭവമാണ്, ഉണ്ടെങ്കിൽ സത്യമേ പറയൂ. وقال صلى الله عليه وسلم في حقه أبو ذر يمشي في الأرض على زهد عيسى بن مريم عليه السلام. അബൂ ദർ വലിയ സാഹിദാണ്. ഈസ അലൈഹിസ്സലാമിൻ്റെ സുഹൃദാണ് അള്ളാഹു തആല അബൂ ദറിന് കൊടുത്തത്. സുഹൃദ് തന്നെ വയനാട്ടിലേക്ക് നോക്കല്ലേ? അതൊന്നുമല്ല അല്ലേ? എല്ലാം മാറിപ്പോയാ, പഠിച്ചിട്ടില്ല, കുത്തിയും പോയി തോന്നുന്നു. എല്ലാവരും പറയുന്നത് എങ്ങനെയാന്ന്? പണ്ടും പണ്ടേ അവരോട് വരാൻ പാടില്ല, അഞ്ചുമേണ്ടല്ല. അയാളൊരാ വീട്ടിലേക്കും പോക്കില്ല, മക്കളെയും കാണാൻ പോകില്ല, അങ്ങനെയും കൂടിയിട്ട് സാഹിദാണ്. അപ്പം അങ്ങനെ പെറുക്ക് പറ്റേ ആ യാവുകാരനെ പിടിച്ചില്ല. അപ്പം ഞങ്ങളെ പിടിച്ചു കിട്ടില്ല, നിങ്ങളെ കൊണ്ടുവന്ന മുമ്പർക്ക് വയക്ക് ആ സമ്മതം കിട്ടിയാൽ പോകും. അതൊന്ന് ആയിരിക്കും. ഇത് കേട്ടാൽ നമ്മൾ പറയും ഇയാൾക്ക് വയ്യാട്ടം വരുത്തുന്ന അവരെ വിളിച്ചിട്ട് വന്നേന്ന്, അവരെ പോകാൻ പെടുന്നില്ല. ഇനിയിപ്പോൾ നാട്ടിലേക്ക് വെച്ച് ഓറന്നെ വിടണ്ടേ?
എന്നോട് വയസ്സുകാലത്ത് വന്നിട്ട് പറഞ്ഞ് അജ്മീറിയൊക്കെ പോകണം, എനിക്കുണ്ട പൈസ, എനിക്കുണ്ട യാത്ര ചെയ്യാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള വയസ്സന്മാരാ നിർബന്ധിക്കാൻ ഒരു നിൽക്കില്ല. ഹജ്ജിന് വരെ പോകണ്ടെന്നല്ലേ പറയലുണ്ടായാൽ. നിങ്ങൾ പറഞ്ഞ തേജും കളക്കാറുണ്ട്, വിശ്വസിക്കാനുള്ള തെളിവ് നമ്മളെടുത്തില്ല. അപ്പം നമ്മാരായി ഇത് ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് അങ്ങ് സമയനാകാത്തതിനാകല്ലേ. അതൊന്നുമല്ല സുഹൃത്, അല്ല അതൊന്നും നല്ല വിശാലമായി പണ്ടിനി അത് പറയേണ്ട ആവശ്യമില്ല. അപ്പം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ള സുഹൃതാണ് ആർക്ക് കിട്ടിയത്? അബൂദർ. എന്താ വഫിൽ ഹദീസ് അബൂദർദിൻ സാഹിദു ഉമ്മത്തി വഅസ്ദഖുഹാ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട സാഹിദാണ്, ഏറ്റവും വലിയ സത്യം പറയുന്ന ആളുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇനി വഖദ് ഹാജറ അബൂദർദിൻ റളിയല്ലാഹു അൻഹു ഇല ശാമി ബഅദ വഫാത്തി അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വഫാത്തായതിനു ശേഷം അബൂദർ തങ്ങളുടെ അടുത്തേക്ക് പോയി, ഷാമിലേക്ക് ഹിജ്റ പോയി. വസ്തമറ ബിഹ, അവിടെ കുറേ കാലം താമസിച്ചു. ഇല അൻ വലിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അമീറാകുന്ന കാലം വരെ. അപ്പോൾ ആരായി? ഉമർ റളിയല്ലാഹുവിൻ്റെ കാലവും കഴിഞ്ഞ്. ഇത് യാത്ര പോയെന്നല്ലോ, അതെ ഹിജ്റ എന്ന് പറയുന്ന നാടുവിടലിന് അർത്ഥമുള്ളൂ. അങ്ങനെ ഫസ്തഖദമഹു മിനശ്ശാമി, എവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരെ വിളിക്കാനാക്കി ഷാമിൽ നിന്ന് എടുത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. എന്തിനാണെന്നല്ലോ, ലിശക്വ മുആവിയ, മുആവിയ തങ്ങൾ ഒരു പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. എന്താന്ന്? മൂപ്പർ ഈ ഭരണകർത്താക്കന്മാരെ ചില നയങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല. നീ സാഹിദല്ലേ, അത് പാടില്ല, ഇത് പാടില്ല, അത് പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓറെ കൊണ്ട് അലോസരായി. ബൈത്തുൽ മാലേക്ക് നാളേക്ക് പൈസ ഒന്നും കിട്ടിയൊക്കെ നമ്മളെല്ലാം ചിലവാക്കണം, നാളെ ആവുന്നുണ്ട് ഇത്ര ഉറപ്പ്. അപ്പം ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് എന്താക്കി പരാതി ബോധിപ്പിച്ചപ്പോൾ പറയും വിളിച്ച് വാസ്കനഹു റബദ, റബദ എന്ന സ്ഥാപനത്തിൽ നിങ്ങളവിടെ പോയി താമസിച്ചോ, നിങ്ങൾക്ക് പറ്റിയ നാടാണ് അവിടെ, ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത്. എത്ര വരെ? ഫക്കാന ബിഹ ഹത്താ മാത റളിയല്ലാഹു അൻഹു, വഫാത്താകുന്നത് വരെ റബദത്തിലാണ്. റബദത്ത് മദീനയിൽ നിന്ന് എത്ര ദൂരാണ്? അതിപ്പം പരിചയത്തിൽ കിട്ടും. എന്താണെന്നറിയോ? വദാലിക, ഈ മുആവിയ തങ്ങൾ വലിയ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പരാതി ബോധിപ്പിക്കാൻ കാരണം അന്ന അബൂദർദിൻ സാറ യഗ്ലുൽ ഖൗല ലി മുആവിയ, മുആവിയ തങ്ങളോട് വലിയ കടുപ്പത്തിൽ സംസാരിക്കും. വയുകല്ലിമുഹു ബിൽ കലാമിൽ ഖശനി, നല്ല പരുക്കമായ വളരെ ശക്തവത്തായ കലാമ പറയാം. ഇവർക്ക് അത് ഒരു ഇഷ്ടപ്പെടുന്നില്ല. ഇനി വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അൻ ലഖിയ അന്നി അബീ ദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനത്ത് ബിദലാലത്തി അലിയിൻ അന്ന ലുഖിയ എന്ന് വയ്ക്കണം. അതായത് ഒരു ക്രിസ്ത്യൻ്റെ ഒരു ചെറിയ വ്യത്യാസം പറയുന്നു. ഇപ്പം പറഞ്ഞു വന്ന എന്താണ്? 30 ദിവസം പള്ളിയിൽ തന്നെ അവിടെ കൂടി, ആരോടും ചോദിക്കൂല, പറയൂല, ഒന്നുമില്ല, ആരും കാണുകയും ചെയ്യില്ല. അപ്പോൾ ആളൊഴിഞ്ഞ ഒരു സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്യുന്നത് കണ്ടു എന്നാണല്ലോ, അല്ലേ? അതിൽ ചെറിയൊരു വ്യത്യാസം എന്തുണ്ട്? അബൂദർ തങ്ങളെ കാണിച്ചു കൊടുക്കുന്നവരാന്ന് അലി റളിയല്ലാഹു അൻഹു ആണ് എന്നൊരു റിവായത്തുണ്ട്. എന്താ അത്? വഅന്നഹു ഖാല ലഹു മാ അഖ്ദമക ഹാദൽ ബലദ്, അലി റളിയല്ലാഹു അൻഹു മൂപ്പറെ പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ നിങ്ങൾ ഇവിടെ എന്തിനാ വന്നത്? ഫഖാല, അബൂദർ പറഞ്ഞ്, ഇൻ കതംത അലയ്യ അഖ്ബർതുക, എൻ്റെ വന്ന കാര്യം പറയാം, പക്ഷെ അത് ഒളിപ്പിച്ചു വെക്കണം. എന്താക്കും? ശത്രുക്കളോ ആരാന്നൊന്നും തിരിയുന്നില്ല, അതങ്ങനെ ഒളിപ്പിച്ച് വെക്കുമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അഫീ റിവായത്തിന് അഹതൈതനി അഹദൻ, അതിന് ഒരു കരാറ് വെക്കണം. അൻ തുർസിദനി അഖ്ബർതുക, ഒളിപ്പിച്ച് വെക്കുകയും വേണം, ഞാൻ പരിധി വന്ന ലക്ഷ്യത്തിലേക്ക് എന്നെ എത്തിക്കുകയും വേണം. ഇതാ തങ്ങൾ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്ത് ഫഅല قال أبو ذر പറയുന്നു فأخبرته فأرسلني وأرسلني إلى رسول الله صلى الله عليه وسلم. അങ്ങനെ അലിയാർ തങ്ങളോട് പറഞ്ഞു, മൂപ്പർ എന്നെ കൂട്ടിക്കൊണ്ടുപോയി തങ്ങളിലേക്ക് എത്തിച്ചെന്നാണ് മറ്റൊരു റിവായത്തുള്ളത്. അതെന്താകും? രണ്ടും ജമ്മാക്കും.
രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടും. ആദം അലൈഹിസ്സലാമിൻ്റെ അടുത്ത് സ്വർഗത്തിൽ ഉണ്ടായിട്ടില്ലേ? അമ്പിയാ മുർസലീങ്ങൾക്ക് സലാം പറഞ്ഞ എത്രയോ കുറേ ചെയ്യില്ലേ? ഇന്നലെ ഇല്ലാത്ത ഇന്നത്തെ തയ്യത്താനുണ്ട്. ഇന്നലെ ഒരാൾ വേറൊക്കെ ഫോണിലെ സലാം ചെല്ലുന്ന സലാമടക്കൽ ഇപ്പം കണ്ടത്. മുസലാര നിങ്ങൾ ഏത് കോട്ട് കിട്ടപ്പോൾ ഈ സലാമടക്കൽ പഠിച്ചെന്നാ ചോദിക്കാൻ വിചാരിച്ചു. അവിടെ ചോദിച്ചിട്ട് തോറ്റ്. അപ്പം തന്നെ അവർത്തേക്ക് അത് തന്നെയാണ്. അടുത്ത കാലത്താണ് ഈ രോഗം തുടങ്ങിയത്. വഫീ റിവായത്തിൻ അന്ന അലിയൻ റളിയല്ലാഹു അൻഹു ഇസ്തദാഫഹു അബൂദർ. അലി റളിയല്ലാഹു അൻഹു ആണ് അബൂദർ തങ്ങൾക്ക് സൽക്കാരം കൊടുത്തത്. അപ്പം 3 അയ്യാമി 3 ദിവസം പള്ളിയിലാണ് അധികമായാളൊക്കെ ഇട്ട് ഇതൊക്കെ കുടിച്ചിട്ട് വരാം. ലാ യസ്അലുഹു അൻ ശൈഇൻ വഹുവ ലാ യുഖ്ബിറുഹു. ഒന്നങ്ങോട്ട് ചോദ്യമില്ല, ഒരു മറുപടിയില്ല. ഭക്ഷണം കഴിച്ചോളാം, പള്ളിയിൽ ഒന്ന് കിടന്നോളാം. സുമ്മ ഫി സാലിസി, പിന്നെ 3-ാമത്തെ ദിവസം ഖാല ലഹു മാ അംറുക വമാ അഖ്ദമക ഹാദിഹിൽ ബൽദ. നിങ്ങളുടെ വിഷയം എന്താണ്? ഈ നാട്ടിലേക്ക് എന്തിനാണ് വന്നത് എന്ന് ചോദിച്ച് ഖാല ഇൻ കതംത അലയ്യ അഖ്ബർതുക. അത് മറച്ചു വെക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന്. കാല അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നായിക്കോട്ടെ, അങ്ങനെ തന്നെ ഇഫ്അൽ ഫഇന്നി അഫ്അലു, മറച്ചു വെക്കാം. ഖാല ലഹു, അലിയാർ തങ്ങളോട് പറഞ്ഞു, ബലഗന അന്നഹു ഖറജ ഹുനാ റജുലുൻ യസ്അമു അന്നഹു നബിയ്യുൻ. നബിയാണെന്ന് പ്രഖ്യാപിച്ച ഒരാൾ ഒരു നാട്ടിലുണ്ട്, പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫാർസൽത്തു ഇലൈഹി അഖി, എൻ്റെ സഹോദരനെ ഞാൻ ആദ്യം അയച്ച് അനീസിന ലിയുക്കല്ലിമഹു, അവരുമായി സംസാരിക്കാൻ. ഫറജഅ വലം യശ്ഫിനി മിനൽ ഖബർ. അങ്ങനെ മടങ്ങി വന്ന് നോക്കുമ്പോൾ ഒരു പൂർണ്ണമായ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് പാറത്തോൻ എടുക്കാം, ഞാൻ നേരിട്ട് വന്ന് കാണാനാണ് വിചാരിച്ചു അല്ലേ. ആ ഫഖാൽ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ അന്നക ഖദ് റുസിത്ത ഹാദാ വജ്ഹി അലാ ഖുറൂജി ഇലൈഹി. എനിക്ക് വഴി കണ്ടെത്തിച്ച് ഞാനുണ്ടല്ലൂടെ. അപ്പം അലൈക്കും അസ്സലാം. അപ്പം ഞാനിപ്പം പുറപ്പെടും ഞങ്ങളിലേക്ക്, എൻ്റെ കൂടെ വന്നു. ഫത്ബഇനി അദ്ഖുലു ഹൈസു ഉദ്ഖുൽ ഹൈസു അദ്ഖുൽ, ഞാൻ കയറുന്ന സ്ഥലത്ത് എനിക്ക് കയറാം. എന്നിട്ടോ ഫഇൻ റഅയ്തു അഹദൻ അഖാഫുഹു അലൈക, നിന്നെ ബുദ്ധിമുട്ടാക്കും എന്ന് ഒരാളെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താക്കും? നമ്മൾ പിരിയും. എടാ ഖുംതുൽ ഹായിത്തി, ഞാൻ എന്താക്കും? ഒരു ചുമരിലേക്ക് വന്നിട്ട് കന്നി അസ്ലഹി നേലെൻ്റെ ചെരുപ്പ് നന്നാക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിച്ചിട്ട് ഞാൻ എന്താക്കും? സ്ഥലമാറും. വഫീ റിവായത്ത് കന്നി ഉരിയക്കുൽ മാ, അല്ലെങ്കിൽ ഞാൻ മൂത്രം ഒഴിക്കുന്നതായി തോന്നിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പം എന്താക്കണം? പന്തി എന്താ, നീ പോയിക്കൊള്ളണം. കാല അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മദാവ മദൈതു, അലിയാർ തങ്ങളതാ പോകുന്നു, ഞാനും പോയി. ഹത്താ ദഖല വദഖൽതു മഅഹു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ അടുത്തേക്കും എത്തി. ഫഖുൽതു ലഹു ഇദൻ ലീ ഫീ തആമിഹി അഅ്രിദ് അലയ്യ ഇസ്ലാം. തങ്ങളോട് കണ്ടിട്ട് പറഞ്ഞു, ഇസ്ലാമിനെ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഫഅസ്ലംതു മക്കാനി, അവിടെ വെച്ച് ഞാൻ മുസ്ലിമായി. അൽ ഹദീസ് ഇതുണ്ട. അപ്പം നേരത്തെ പറഞ്ഞത് ഇതൊരു ചെറിയൊരു മാറ്റമുണ്ട്, അത് പറയും. സുമ്മ ഇന്ന അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു ഖാല യാ റസൂലല്ലാഹി ഇദൻ ലീ ഫീ തആമിഹി ലൈല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് രാത്രി ഭക്ഷണം അബൂദറിന് ഞാൻ കൊടുക്കും, അതുകൊണ്ട് തങ്ങൾ സമ്മതം തരണം. ഫഖാല, അബൂദർ പറഞ്ഞു, ഫന്തലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കറും പോയി. ഫന്തലഖതു മഅഹുമ, രണ്ടാളും കൂടെ ഞാനും പോയി. ഫഫതഹ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബാബൻ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വാതിൽ തുറന്ന് ഫജഅല യുഫീദു ലനാ മിൻ സബീബി ത്വായിഫി, ത്വായിഫിലുള്ള മുന്തിരിങ്ങണ്ടല്ല, അത് നമുക്ക് ഒഴിച്ചു തന്നു. മുന്തിരി ജ്യൂസ്. യുഫീദു എന്ന് പറയുമ്പോൾ
എന്നിട്ടോ ഫക്കാനദാലിക അവ്വല തആമിൻ അകൽതുഹു, ഞാൻ ആദ്യമായി തിന്ന ഭക്ഷണം അതായിരുന്നു. അതെ മിനസബി, മുന്തിരിങ്ങയിൽ നിന്ന് ആദ്യമായി തിന്ന ഭക്ഷണം അതാ. അപ്പോൾ ഫലാ യുനാഫി ഇളാഫത്തു അലി, അപ്പോൾ അലി റളിയല്ലാഹു അൻഹു സൽക്കരിച്ചു എന്ന് പറഞ്ഞത് പോയില്ലേ? അതിനെതിരല്ല, മുന്തിരിങ്ങ എന്നുള്ള നിലക്ക് കഴിച്ചത് ആദ്യത്തത്, അല്ലാണ്ട് പറ്റ. അതാ പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹു 3 ദിവസം സൽക്കരിച്ചു എന്ന് പറഞ്ഞത് പിന്നെ അതിനെതിരെയില്ലേ? അതെ. ويمكن التوفيق بين رواية دخوله على النبي صلى الله عليه وسلم مع علي وأسلم. ഇതാ പറയുന്നത് അലി റളിയല്ലാഹുവിനോടൊപ്പം പോയിട്ടാണ് മുസ്ലിം ആയത് എന്നാണ് ഇപ്പം രണ്ടാമത്തെ റിവായത്ത് പറഞ്ഞത്. ഒന്നാമത്തെ റിവായത്തിൽ രാത്രി ഒഴിഞ്ഞ സമയത്ത് തങ്ങൾ കിട്ടിയപ്പോൾ പള്ളിയിൽ വെച്ച് മുസ്ലിമായി എന്നാണ് കണ്ടത്. അത് പരസ്പരം എതിരില്ല. എന്താണ് നവരിവായത്ത് ഇജ്തിമാഇഹി ബിഹി ഫി തവാഫി ഫഅസ്ലമ. അതങ്ങനെ ബി അൻ യകൂന അബൂ ദർറിൻ ദഖല അലൈഹി അവ്വലൻ മഅ അലി, ആദ്യമായിട്ട് അലിയാർ തങ്ങളോടൊപ്പം എന്താക്കി, തങ്ങളെ പള്ളിയിൽ പോക്കും വരെല്ലാത്തും ഇസ്ലാം അതിൽ കഴിഞ്ഞ് വീണ്ടും പള്ളിയിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ പള്ളി ഒഴിഞ്ഞ സമയത്ത് എന്താക്കി, വീണ്ടും തങ്ങൾ കൈപിടിച്ചിട്ട് ഷഹാദത്ത് കലിമ ഒന്നും കൂടെ ചെയ്യും. അതേപോലെ സുമ്മ ലഖിയഹു ഫി തവാഫി, പിന്നെ തങ്ങളെ കണ്ടുമുട്ടിയ തവാഫിലാണ് കേട്ടോ. അപ്പോൾ വയക്കൂനുൽ മുറാദു ഹീനൈദിൻ, അപ്പോൾ 2 വട്ടം ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ടെന്നായി. അലിയാർ തങ്ങളോടൊപ്പം പോയിട്ട് ആദ്യം ചൊല്ലി ഷഹാദത്ത് കലിമ ആവർത്തിക്കുമല്ലോ. അപ്പം വയക്കൂനുൽ മുറാദു ഹീനൈദിൻ ബി ഇസ്ലാമിഹി സാനി അസബാത്ത് അലൈഹി ബി തക്രീരി ഷഹാദത്തൈൻ, ഷഹാദത്ത് കലിമ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടെന്താക്കി ഇസ്ലാമിലേക്ക് വീണ്ടും വീണ്ടും അതിൽ തന്നെ ഉറച്ചിരിക്കൽ എന്നതായി രണ്ടാമത്തത്. വഉദുറുഹു, അന്നാ ചോദിക്കും 1 മാസമായിട്ടുണ്ടായിട്ട് തങ്ങൾ പള്ളിയിൽ വന്നിട്ടേ ഇല്ലേന്ന്. അന്നൊരു ഇഷ്കാരുണ്ടല്ലോ, 1 മാസമായില്ലേ പള്ളിയിൽ. അപ്പോൾ 1 മാസക്കാലം തങ്ങൾ പള്ളിയിലേക്ക് വരാണ്ട് കുത്തിരിക്കരുത്. ആടൊഴിഞ്ഞ സമയത്ത് കണ്ടെത്തുക അന്ന് മാത്രം, അതുവരെ തങ്ങൾ പോവും. ആ ജനക്കൂട്ടത്തിൽ വെച്ച് സംസാരിക്കില്ല. അതാ വഉദുറുഹു ഫി അദമി ഇജ്തിമാഇഹി ബിഹി ഫിൽ മസ്ജിദി മുദ്ദത 30 യൗമൻ, 30 ദിവസം തങ്ങളുമായി പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടില്ല. അതിന് ഉദരെന്താണ്? അദമു ഖുലുബിൽ മതാഫി, മതാഫ് ഒഴിഞ്ഞു കിട്ടിയിട്ടില്ല. അപ്പോൾ തങ്ങളുമായിട്ട് എന്താകും, ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് ബന്ധപ്പെടുമ്പോൾ ഇവിടെ തല്ലാൻ ആളുണ്ടാവും. കമാ യൂസുദിലും അല്ല ഫഫീ ലൈലത്തിൻ നാം പറഞ്ഞേ. അങ്ങനെ ഒരു രാത്രിയിൽ ആ വാക്കിലെടുത്തുണ്ട്, ലം യതുഫ് ബിൽ ബൈത്തി അഹദുൻ, തവാഫ് ചെയ്യാൻ ആരുമുണ്ടായില്ല അങ്ങനെയുള്ള ഒരു രാത്രി. വഇല്ലാ ഫയബ്ഉദു അൻ യകൂന സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യദ്ഖുലുൽ മസ്ജിദ ലിത്തവാഫി ഫി മുദ്ദത്തി 30 യൗമൻ, 1 മാസക്കാലം തവാഫിന് വേണ്ടി തങ്ങൾ പള്ളിയിലേക്ക് കയറിയില്ല എന്ന് പറയുന്നത് അത് സംഭവിക്കാത്ത കാര്യമാണ് അല്ലേ? അപ്പം നേരത്തെ അപ്പം അത് എല്ലൊപ്പിച്ച് അത് നന്നായി. ഈ പള്ളിയിൽ നിന്ന് മനസ്സിൽ നിങ്ങൾ എവിടെയാ ചോദിക്കേണ്ട ആവശ്യം എന്തായി, നേരത്തെ പരിചയപ്പെട്ടില്ലേ? രാത്രി ഇട്ടാൽ ഇന്നത്തെ ട്യൂബ് അതൊന്നും ഉണ്ടാവില്ല. ഒരാളെ റസൂലുള്ളാഹി യാ റസൂലല്ലാഹ് ആരാണ്? അത് നേരത്തെ അറിയാത്തത് കൊണ്ടല്ല. അതാ വഖൗലുഹു മനിർ റജുലു എന്നുള്ളത് സിയാദത്തുൻ ഫിൽ ഇസ്തിഫാമി അന്നു ലിതൂലിൽ മുദ്ദത്തി, 1 മാസം കഴിഞ്ഞല്ലോ. അപ്പം അന്ന് കണ്ട് പിരിഞ്ഞ് സിദ്ദീഖ് തങ്ങൾ ഭക്ഷണം കൊടുക്കാമെന്നും പറഞ്ഞല്ല പറഞ്ഞേച്ചു. അപ്പോൾ വലിയ അന്ന ലഖിയഹു കാന ബില്ലൈൽ, രാത്രിയായിരുന്നു. ഇപ്പോഴല്ലേ ലൈറ്റും പാക്കലും തുടങ്ങി, അന്നെന്തുണ്ടായിന്? വഹുവ അന്നഹു ഖദ് സാഫറ വലം നംകസ് ഹാദിഹിൽ മുദ്ദ, തങ്ങളെ പുരക്ക് പോയി അലിയാർ തങ്ങളോടൊപ്പം പിന്നെ മുസ്ലിമായി. എന്നിട്ടോ സിദ്ദീഖ് തങ്ങൾ സൽക്കരിക്കാമെന്ന് പറഞ്ഞ് കൂട്ടി അവർ നാട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്നാണ് തങ്ങൾ വിചാരിച്ചത്. അവർ കാണുന്നില്ലല്ലോ, പള്ളിയിൽ തന്നെ ഉണ്ട്. വഫീ റിവായത്തിൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അബീ ദർറിൻ, അബൂദർ തങ്ങളോട് പറഞ്ഞു, ഉക്കത്തും ഹാദെല്ലാം നീ മുസ്ലിമായ വിജയം ഇവിടെ ആരോടൊന്നും പറയണ്ടേ, എന്താ ഫർജില കോമിക്, നാട്ടിലേക്ക് പോയിക്കോ. ഒരു അന്യ നാട്ടുകാരനാണ്, ആരും സഹായിക്കാനില്ല. അപ്പോൾ ജനങ്ങൾ എന്തും ചെയ്യും. ഫഅഖ്ബിറുഹും
നാട്ടുകാരോട് ഉപയോഗിച്ച് പറഞ്ഞോ, എന്നാൽ ജഹ്തൂനി അവർ ഇസ്ലാമാകാൻ വേണ്ടി ഇങ്ങോട്ട് വന്നോട്ടെ. ഫൈദ ബലഗക ളുഹൂറുനാ ഫഖ്ബിൽ, നമ്മൾ ദാഹിറായിട്ടുണ്ട് എന്ന് നീക്ക് ബലം കിട്ടിയാൽ ഇങ്ങോട്ട് പോരി, നാട്ടിലേക്ക് പോകാനാണ് ഏൽപ്പിച്ചത്. ഖുൽതു, ഞാൻ പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, ഹക്കുമായി തങ്ങളെ അയച്ച അല്ലാഹുവിനെ തന്നെ സത്യം, ലൗസ്ലിഖന്ന ബിഹാദാ ബൈന ലഹ്റാനൈഹിം, തങ്ങൾ എതിർക്കുന്ന ശത്രുക്കളുടെ ഇടയിൽ ഞാനിത് പ്രഖ്യാപിച്ചേ അടങ്ങുന്നു. അല്ലാത്തൊരു ധൈര്യം. അപ്പോൾ അവർ തല്ലു, ആ തച്ചോട്ടെ. അപ്പോൾ അവർക്ക് രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്താക്കിയത്, പോയിക്കൊന്നു പറഞ്ഞു. ഓറ് പറഞ്ഞു ഞാനിത് പ്രഖ്യാപിക്കാൻ എടുക്കില്ല. അതിനർത്ഥം തങ്ങളെ എതിർത്തു എന്നല്ല, അതൊരു അസീമത്താണ്, തങ്ങൾ കൊടുത്ത റുഖ്സയാണ്. ഖാല വകുന്തു ഫിൽ ഇസ്ലാമി ഖാമിസ, ഇസ്ലാമിൽ 5ാം നമ്പറുകാരനാണ് ഞാനെന്നാണ് പറഞ്ഞത്. വൽഫി റിവായത്ത് റാബിഅൻ, 4ാമത്തെ ആളാണെന്നും റിവായത്തുണ്ട്. അപ്പം നേരത്തെ എണ്ണിയിൽ കുറേ കഴിഞ്ഞില്ലേ, അത് പറയും മിനൽ അസാബി മിനൽ അറബ്, അതായത് പുറനാട്ടിൽ നിന്ന് വന്ന ആളിൽ. മറ്റുള്ളവർ മക്കത്തും തങ്ങളുടെ കുടുംബത്തിലും പെട്ട ആളുകളല്ലേ, സിദ്ദീഖ് തങ്ങൾ, ഖദീജ ബീബി, ഫാത്തിമ ബീബി അല്ലേ. അപ്പോൾ ഫലായുനാഫി സിയാദത്തും അൻ അസ്ലമ ഖൈറു അലാ ഖംസ, മറ്റുള്ള ആളുകൾ 5നാക്കാണ് ഏറിയത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ഇതിനെതിരാകില്ല. പുറനാട്ടിൽ നിന്ന് വന്ന അറാബികളായി വന്നവരുടെ കൂട്ടത്തിലാണ് 4ാമത്തെയോ 5ാമത്തെയോ. ഖാല അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലമ്മ ഇജ്തമഅത് ഖുറൈശുൻ ഫിൽ മസ്ജിദി, പള്ളിയിൽ ഖുറൈശികൾ ഒരുമിച്ച് കൂടിയപ്പോൾ, നാദൈതു ബിഅലാ സൗതി, ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, സത്യം തുറന്നു പറയും, ആരെയും കൂട്ടാക്കൂല എന്ന് പറഞ്ഞാൽ ഇവിടെ പാലിച്ചതാണ്. ഫഖാലു, അപ്പം ജനങ്ങൾ ചൂടയില്ലേ, അവരെ പറഞ്ഞു, ഖൂമു ഇലാ ഹാദാ സാവദ, ഒരു മതം മാറി വന്നൊരു വ്യക്തിയുണ്ട്, അവനെ പിടിക്കടാന്ന്. എല്ലാവരും കൂടെ പറഞ്ഞു കൂടിയിട്ട്, ഫമാല അലയ്യ അഹ്ലുൽ വാദി, അവിടെയുള്ള കൂട്ടർ എൻ്റെ മേൽ ചാടി വീണ്, ബിക്കുല്ല് മദറത്തിൻ വാദമിൻ, ഓരോ കയ്യിൽ കെട്ടിയ കല്ലും മണ്ണാങ്കട്ടയും എല്ലിൻ്റെ കഷ്ടങ്ങളെല്ലാം കൂടിയിട്ടെന്താക്കി എന്നെ മർദ്ദിക്കാൻ തുടങ്ങി. ഹത്ത ഖറർതു മഗ്ശിയൻ അലയ്യ, ഞാൻ ബോധം കെട്ടിട്ട് വീണുപോയി. ഫഅകബ്ബ അലയ്യൽ അബ്ബാസ്, അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്താക്കിയെന്നറിയോ, എൻ്റെ മേൽ വീണിട്ട്, ഫഖാല വൈലക്കും, എന്താ ജനങ്ങൾ നിങ്ങൾ കാട്ടുന്നു, അലസ്തും തഅലമൂന അന്നഹു മിൻ ഖിഫാർ, ഖിഫാറിൽ നിന്ന് വന്ന ഒരു അന്യ നാട്ടുകാരനാണ് നിങ്ങൾക്കറിയാം. എന്താ ഖിഫാർ, വഇന്ന തരീഖ തിജാറത്തിക്കും അലൈഹിം, നിങ്ങൾ കച്ചവടത്തിന് പോകുന്ന വഴി അതിൽ കൂടിയാണ് പോകേണ്ടത്. അപ്പം മൂപ്പർ നാട്ടുകാരെ നിങ്ങൾ തടഞ്ഞു വെച്ചാൽ നിങ്ങൾ കച്ചവടത്തിന് പോകാൻ കഴിയില്ല. ഫഹല്ലു എണ്ണി, എല്ലാവരും പോ. എന്നിട്ട് അബ്ബാസ് റളിയല്ലാഹു എല്ലാവരും ആട്ടിപ്പയിച്ചു. ഖാല, മൂപ്പർ പറയുന്നു, ഫജിഅ്തു സംസമാന, സംസമിൻ്റെ അടുക്കൽ പോയിട്ട്, ഫഗസൽതു അന്നി ദിമാഅ, ചോരയെല്ലാം കഴുകി വൃത്തിയാക്കി. ഫലമ്മാ സബഹത്തുൽ ഗദാത, പിറ്റേന്ന് രാവിലെ ആയപ്പോൾ, റജഅതു ഇലാ മിസ്ലി ദാലിക, അന്നൊരു പ്രഖ്യാപനത്തിൻ്റെ വേണ്ടി തന്നെ പള്ളിയിലേക്ക് പോകും. ഇന്നലെ തല്ല് കിട്ടിയെന്നുള്ള അന്ന് കൂട്ടാക്കൂല. ഫസനാബി മിസ്ലമാ സനാബില്ലാം സഫ, ഇന്നലെ കിട്ടിയ പോലെ കല്ലും മണ്ണും എന്നെല്ലാം കൊണ്ട് തല്ലും ഏറും കുത്തെല്ലാം കിട്ടി, ബോധക്കേടായി വീണ്. വാദറക്കനൽ അബ്ബാസ്, അത് അബ്ബാസ് തങ്ങൾ വീണ്ടും വരുന്നതാ. വഖല്ലസനി, എന്നെ രക്ഷപ്പെടുത്തി. ഫഖറജ്തു, അപ്പോൾ അത് 2 ദിവസം കൂടെ പ്രഖ്യാപിച്ചിട്ട് തീരുമാനം. വാത്തയത്തു അനീസൻ, നാട്ടിലേക്ക് പോയിട്ട് അനീസിനെ കണ്ട്, അഞ്ചനല്ലേ. ഫഖാല, ചോദിച്ച്, മാസനായിട്ട് നിങ്ങളെന്താ പോയി ആക്കിയത്? ഫഖുൽതു അസ്ലംതു വസദ്ദഖ്തു, ഞാൻ മുസ്ലിമായി, ഞാൻ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. ഫഖാല, അപ്പോൾ അനുജൻ പറഞ്ഞ്, അപ്പം നിങ്ങൾ മുസ്ലിമായി ഞാനെന്തിനാ ആവാണ്ടിരിക്കണം? മാലി റഗബത്തുൻ അൻ ദീനിക, നിങ്ങളെ ദീനിനെ തൊട്ടിട്ട് എനിക്ക് മറ്റൊന്നില്ല. ഫഇന്നി ഖദ് അസ്ലംതു വസദ്ദഖ്തു, ഞാനും മുസ്ലിമായി തങ്ങൾ സത്യമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫഅതൈന ഉമ്മന, അങ്ങനെ അമ്മ 2 കൂടി അടുത്തേക്ക് പോയി, ഉമ്മാരുടെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞ്, ഫഖാലത്ത് മാലി റഗബത്തുൻ അൻ ദീനികുമ, എൻ്റെ 2 മക്കളും മുസ്ലിമായില്ലേ, ഞാനും അതിൽ നിന്ന് മാറുന്നില്ല. ഫഇന്നി ഖദ് അസ്ലംതു വസദ്ദഖ്തു. അപ്പോൾ എത്ര ആളായി? 3 ആള്, ഉമ്മയും 2 മക്കളും.
അങ്ങനെ ഫഅതൈന ഖൗമന ഗിഫാറൻ, പിന്നെ കൗമിലേക്ക് ഇറങ്ങി. ഗിഫാറല്ലാത്ത കബീല, അവിടത്തേക്ക് ഇറങ്ങിയപ്പെട്ട് ഫഅസ്ലമ നിസ്ഫുഹും, ഏതാണ്ട് പകുതി ആളുകൾ മുസ്ലിം, എല്ലാവരും ആയിട്ടില്ല. വഖാല ബഅദുഹും, ചിലർ പറഞ്ഞ് ഇദാ ഖദിമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത അസ്ലംന, തങ്ങൾ മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുസ്ലിം ആവാന്ന് പകുതിയാണ്. ഫലമ്മ ജാ അൽ മദീനത, അങ്ങനെ തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ അസ്ലമ നിസ്ഫുഹും ഉസ്താനി, ആ പറഞ്ഞ രണ്ടാം പകുതി ഉണ്ടല്ലോ, അവർ മുസ്ലിമായി. അപ്പം നാടൊട്ടാകെയായി. ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അബീ ദർദിൻ ഇന്നി ഖദ് വജ്ജഹ്തു ഇലാ അർളി ദാതി നഖലിൻ ലാ അറാഹ ഇല്ലാ യസ്രിബ. അത് അബൂദറിനോട് പറഞ്ഞിരുന്നു, ഈത്തപ്പനയുള്ള ഒരു നാട്ടിലേക്ക് എനിക്ക് യാത്രയുണ്ട് എന്നെന്താക്കി അള്ളാന്റെ വക്കുന്ന വിവരം കിട്ടി. നല്ല ഹിജ്റ പോകുന്ന സന്ദർഭം പറഞ്ഞോക്ക്, അത് മദീനയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫഹൽ അന്ത മുബല്ലഗു ഖൗമക, ഇത് നിങ്ങളുടെ കൗമിനോട് പറയണം. അസല്ലാഹു യൻഫഉഹും ബിക വയജ്റകും, അപ്പം നീ പറഞ്ഞു കൊടുത്താൽ എന്താകും, എനിക്കല്ലാതെ വെക്കുന്ന കൂലിയും കിട്ടും, ജനങ്ങൾക്ക് ഉപകാരവും കിട്ടി. അങ്ങനെയാണ് ജനങ്ങളെന്ന് പറഞ്ഞത് മദീനയിലേക്ക് പോയാൽ നമ്മൾ വിശ്വസിക്കാം. വഖദ് വഖിറ അന്ന അബാ ദർദിൻ റളിയല്ലാഹു അൻഹു വഖഫ യൗമൻ ഇൻദൽ കഅബതി ഫീ ഹജ്ജത്തിൻ ഹജ്ജഹാ ഔ ഉംറത്തിൻ ഇഅ്തമറഹ. അബൂദർ ഖിഫാരി, അത് പിന്നെ വലിയൊരു വേറെ സംഭവമായത്. അബൂദർ ഖിഫാരിൻ്റെ സുഹൃത്തിനെ പറ്റി പറഞ്ഞതാണ്. എന്താ പറയുന്നത്, ഹജ്ജിലോ ഉംറയിലോ അതിന് ഒരു ഖിലാഫാണ്. മക്കയിലേക്ക് വന്നതിനാ, ഹജ്ജിനാണോ ഉംറക്കോ? ഫഖതനഫഹുന്നാസ്, ജനങ്ങൾ അങ്ങ് തടിച്ചു കൂടി ഉംറ കാണാൻ. ഫഖാല ലഹും, അവരോട് പറഞ്ഞു, ലൗ അന്ന അഹദക്കും അറാദ സഫറൻ അലൈസ യുഇദ്ദു സാദൻ, നിങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു യാത്ര പോകുന്നു വെക്കാം, എന്നാൽ അതിൻ്റെ കെട്ടും മാറാപ്പും പോകുന്ന ഭക്ഷണവും വെള്ളവും എല്ലാം ആദ്യം മുന്നിൽ കൂട്ടി ഒരുക്കിയിട്ട് കെട്ടാക്കി വെക്കൂലേ? ആദ്യം മുഖദ്ദിമ ചോദിക്കാൻ. അപ്പോൾ എന്തോ ഉത്തരം പറയും, കാലു ബല എന്ന് പറയും. നമ്മിപ്പം പോകുമ്പോൾ തന്നെ ചായയും കടിയും പിന്നെ ഇറച്ചി വെച്ചതും കൊമസിയും എല്ലാം എടുത്തിട്ടല്ലേ ഇപ്പോൾ ബർത്ത്ഡേക്ക് പോക്ക്, അടന്ന് കിട്ടാത്ത പോലെ. ഫക്കാല, എന്നാൽ പിന്നെ ഇതൊക്കെ ചെറിയ ചെറിയ സഫറാ, വലിയ സഫർ പോകാനുണ്ട്. എവിടത്തേക്ക്? അതാ സഫറുൽ ഖിയാമത്തി അബ്അദു മിമ്മാ തുരീദൂൻ, നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാണ് വളരെ ദൂരം വേറെ സഫറാണ് ഖിയാമത്ത് നാളിലേക്കുള്ളത്. അതുകൊണ്ട് ഫഖുദൂ മാ യുസ്ലിഹുക്കും, പരലോകത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി എന്തെല്ലാം വേണം അതെല്ലാം തയ്യാറാക്കണേ ജനങ്ങളോട് പറഞ്ഞു. ഫഖാലു, ജനങ്ങൾ ചോദിച്ചു, വമാ യുസ്ലിഹിന, അപ്പോൾ പരലോകത്തിലേക്ക് വേണ്ടുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ്? ഹജ്ജു ഹജ്ജത്തൻ ലിഅളായിമിൽ ഉമൂർ വസൂമു യൗമൻ ശദീദൻ ഹർറുഹു ലിയൗമിൻ നുശൂർ വസല്ലു ഫീ ദുൽമത്തിൽ ലൈലി ബിമഹശത്തിൽ ഖുബൂർ. മൂപ്പറ ഒരു ബാലാന്നത്, നിങ്ങൾക്ക് വലിയ 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 പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്താക്കണം, നിങ്ങൾ ഹജ്ജ് ചെയ്യണം. പിന്നെ കഠിനമായ ചൂടുള്ള സമയത്തും നിങ്ങളെന്താക്കണം, നോമ്പ് നോക്കണം. അത് പരലോകത്തിലേക്കുള്ളൊരു മുതൽക്കൂട്ടാണ്. പിന്നെ രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ ഖബറിലുള്ള ഇരുട്ട് ഒഴിവാക്കാൻ വേണ്ടി എന്താക്കണം, രാത്രി നിങ്ങൾ നിസ്കരിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ തീർന്ന് അബൂദർ ഖിഫാരി നബി തങ്ങളെ വെക്കുന്ന വസിയത്തായിട്ട് ഹദീസിൻ്റെ റിവായത്തെല്ലാം ഉണ്ടാകില്ല, നോട്ടിച്ചില്ലാതെ കാണാം. പല സ്ഥലത്തും പരിധി പിടിച്ചാൽ ഔസാനി വസിയത്താ പറയുക. സാധാരണ ഹദീസിൻ്റെ ശൈലിയല്ല. എന്നോട് വസിയത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഖുസലിൻ മിനൽ ഖൈർ, ഇത് 6 ഉണ്ടെന്ന് അവിടെ. ഔസാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറായ പല കാര്യങ്ങളും എന്നോട് വസിയത്തായി പറഞ്ഞു എന്നിട്ട് 6 കൂടുതൽ എന്താ പറഞ്ഞത്? ഔസാനി ബിഹിബ്ബിൽ മസാക്കീനി വദ്ദുനുബ് മിൻഹും, മിസ്കീന്മാർ നല്ലോണം സ്നേഹിക്കണം, അവരടുത്ത് ഇടപഴകിയിട്ട് അവരുടെ ഗുണങ്ങളും ആരോഗ്യവും അവസ്ഥകളൊക്കെ ചോദിച്ചിങ്ങനെ അറിഞ്ഞിട്ട് അവരിങ്ങനെ സന്തോഷിപ്പിക്കണം. രണ്ടാമത്തെ എന്താ, നേരത്തെ നിൻ്റെ കഴുത്ത് മുറിക്കപ്പെട്ടാലും ശരി നീ ഹക്കല്ലാതെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്നൊരു കാര്യം പറയാനോ ചെയ്യാനോ നീക്ക് വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ വിമർശിക്കുമോ ജനങ്ങളത് അംഗീകരിക്കുമോ അവർ കുറ്റപ്പെടുത്തുമോ ഒന്നും പിടിക്കണ്ട. നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ.
പിന്നെ കുടുംബബന്ധം ചേർക്കണം, അവർ നിന്നെ അകറ്റിക്കളഞ്ഞാലും നീ ചേർത്തുകൊള്ളണം എന്ന് പറയും. ഇപ്പം തന്നെ 4. പിന്നെ ജീവിത നിലവാരത്തിൽ എന്താക്കണം, മേലോട്ട് നോക്കാൻ പാടില്ല. നിനക്ക് ചെറിയ ചെറ്റക്കൂരയാണെങ്കിൽ അതിൽ താമസിക്കാം. അപ്പുറമുള്ള വലിയ 10 നില കെട്ടിടത്തിലേക്ക് നോക്കിയാൽ എൻ്റെ ചെറുതായി പോയല്ലോ പഠിച്ചവനെ, എനിക്ക് അന്നൊന്നും തന്നിട്ടില്ല, അള്ളാഹു നീതി കാട്ടിയെന്നാ പറയാ. എനിക്ക് ഒരുപാട് കൊടുത്ത്. നീ മേലോട്ട് നോക്കണ്ട, താഴോട്ട് നോക്കിക്കൊണ്ടാണ്. നിന്നെ കാണാൻ എളിയ ജീവിതം നയിക്കുന്ന ആളിലേക്ക് നോക്കിക്കോ. എന്നപ്പോൾ നിനക്ക് അള്ളാഹു താല തന്നത് വലുതാൻ തോന്നും. എത്രയായി? എന്ന ദിക്ർ ധാരാളമായി ചെല്ലണം. സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് 6 വേറെ ചിന്തിച്ചോക്കിയാൽ മറ്റു ചില വസിയത്ത് വേണം. ഇതെല്ലാം കൂടെ കൂട്ടി ഏകദേശം എനിക്ക് കിട്ടിയിട്ടുള്ള 100ഓളം എല്ലാം വസിയത്തുകളാണ്. അവസാനി. അതെ, വസിയത്താകുമ്പം വദ്ദാൻ എന്ന സ്ഥലമുണ്ട് വരും മക്കത്തിൻ്റെ ഒരേ ഭാഗത്ത്. ഒരു വലിയ ബാദി വദ്ദാൻ. അവിടെ ഇങ്ങനെ ചെറ്റലും കെട്ടിയിങ്ങനെ താമസിക്കലാണ്. അപ്പോൾ അക്കൂട്ടത്തിൽ ചിലർ വയ്യാത്തർക്കാരെ കൊള്ളയടിച്ചിട്ട് കഴിഞ്ഞാളുണ്ട്. അപ്പം മൂപ്പർ അതിലൊന്നും നിൽക്കൂല. പിന്നെ ആരെങ്കിലും ഹദിയ കൊടുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ എളിയ ജീവിതം വെച്ചിട്ട് പോക്കാം. അപ്പോൾ മുമ്പേ ചരിത്രം പറയുമ്പോൾ ആ തുടങ്ങുന്നതിന് ഫീ വാദി വദ്ദാൻ എന്ന് പറഞ്ഞിട്ട് സുവർമിൻ ഹയാത്തി സഹാബോധിയ കാലത്ത് ഫീ വാദി വദ്ദാൻ എന്നല്ല ഹെഡിങ് തന്നെ തുടങ്ങുന്നു. വാദി എന്ന് പറഞ്ഞാൽ വെള്ളമെടുക്കുന്ന വലിയ തോട്. അതെ, അറുപത് നോക്കിയാ 2 മതി നോക്കിയാൽ കിട്ടുമല്ല. റബറത്ത് ഭാഗത്താലി അത് മാപ്പ് വലിയ കിട്ടും. അപ്പം ചുരുക്കത്തിൽ മൂപ്പറ കുറച്ച് നീട്ടി സംസാരിച്ചതേ ഉള്ളൂ. ഇനി ഒരു ചരിത്രം കൊണ്ടുണ്ട്. ശരിക്കട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടാലും മതിയാകുന്നില്ല. കേൾക്കായിട്ടായിരിക്കുമല്ലോ ഒരു പക്ഷേ സാധാരണ ആളാന്ന് പറയുന്നുണ്ടായില്ല. കിട്ടീനാ മദീനത്തിൻ്റെ കിഴക്ക് ഭാഗം. ഇത്രയേ ഉള്ളൂ. 170. പണ്ടല്ല. അതെ, 170. അതിപ്പോൾ പുതിയ റോഡ് കഴിഞ്ഞിരിക്കും. ചിലപ്പോൾ ചില ദൂരം കുറയുന്നില്ലേ. കാസർഗോഡ് തൊട്ട് 1 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം എത്തുന്നില്ല പറയുന്നത്. സാധാരണ റോഡിൽ വന്നാൽ കാഞ്ഞങ്ങാട്ടും കൂടെ എത്തില്ല. ഹക്കോബാത്തിലും അതറിയില്ലേ, ഓടിച്ച് നോക്കണം. ഇനി നോക്കാം ഒന്നും കൂടി. സഹാബികളെ മഹത്വം പറയും നല്ലതെന്ന്. വമിന സാബിഖീന ലിൽ ഇസ്ലാമി ഖാലിദ് ബിൻ സഈദ് ബിൻ അൽ ആസ് എന്നവരാണ്. ഖാലിദ് ബിൻ വലീദല്ല, ഖാലിദ് ബിൻ സഈദ് ബിൻ അൽ ആസ്. അപ്പോൾ അവരെ പറ്റി പറയുന്നത് വഹുവ അവ്വലു മൻ അസ്ലമ, ഇസ്ലാമായ കൂട്ടത്തിൽ ആദ്യത്തെ എന്ന് പറഞ്ഞു. അപ്പം നേരത്തെ പറഞ്ഞില്ലേ. അതായത് മിൻ ഇഖ്വതിഹി, ഓറെ ഒരു അനുജനും കൂടിയുണ്ട് അമ്ര എന്ന് പറഞ്ഞിട്ട്. അമ്രാണോ ആദ്യം വിശ്വസിച്ചത്, ഖാലിദാണോ ആദ്യം വിശ്വസിച്ചത് എന്നൊരു ഖിലാഫുണ്ട്. ആടത്തേക്ക് നോക്കിയിട്ടാണ് അവ്വൽ എന്ന് പറയുന്ന അർത്ഥം. ഉരുപ്പാരെ 2 മക്കൾ, ഒരു ഖാലിദും മറ്റൊരു അമ്രും. ആദ്യമായി വിശ്വസിച്ചത് അമ്രാണോ അല്ല ഖാലിദാണോ എന്ന് തർക്കമുണ്ട്. അവിടത്തേക്കാണ് അവ്വൽ പറഞ്ഞത്. എന്നാൽ മിൻ ഇഖ്വതിഹി എന്ന് കൂട്ടിയത്. അതെങ്ങനെ കിട്ടി? ഫയുഹമ്മലു അലൈഹി ഖൗലു ഇബ്നതിഹി ഉമ്മു ഖാലിദ്. ഒരു മകളുണ്ട് ഉമ്മു ഖാലിദ് എന്ന് പറഞ്ഞത് അവ്വലു മൻ അസ്ലമ അബീ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അല്ലേ, ആദ്യമായി വിശ്വസിച്ചത് എൻ്റെ ബാപ്പയായിരുന്നു. അതിനർത്ഥം സിദ്ദീഖ് തങ്ങളെക്കാൾ മേലെയല്ല,
ഉപ്പയാണോ ഇളയപ്പയാണോ ആദ്യം വിശ്വസിച്ചത് എന്ന വിഷയത്തിൽ എൻ്റെ ഉപ്പയാണ് ആദ്യത്തെ ആളെന്നതിൻ്റെ അർത്ഥം. സഹതിരിഞ്ഞ മിൻ ഇഖ്വതി വ സബബു ഇസ്ലാമി, ഓപ്പർ ഇസ്ലാമാകാനുള്ള കാരണം അന്നഹു റഅ ഫിൻ നൗമി അന്നാർ, ഉറക്കത്തിൽ കാണുന്നത് നരകം. വറഅ മിൻ ഫളാഅതിഹ വഅഹ്വാലിഹ അംറൻ മുഹബ്ബിലൻ, ആ നരകത്തിൻ്റെ ഗൗരവം, അതിൻ്റെ ശിക്ഷകൾ, ഭയാനകമായ രംഗം വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞു. വറഅ അന്നഹു അലാ ശഫീരിഹ, നരകത്തിൻ്റെ വക്കത്താണ് ഞാൻ ഉള്ളതെന്നാ കാണുന്നതിന് എപ്പോഴും ആയാൽ വീണുപോകാൻ സാധ്യതയുണ്ട്. വഅന്ന അബാഹു യുരീദു അൻ യുൽഖിയ ഫിഹ, ഉപ്പ എന്താക്കുന്ന അതിലേക്ക് തന്നെ തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാഖിദൻ ബിഹുജ്ജത്തി, അരക്കെട്ട് പിടിച്ചിട്ട് ബിഗല്ല എന്ന് പറയുന്നു. അപ്പോൾ ഉപ്പാൻ്റെയും തങ്ങളുടെ ഇടയിൽ ഞാനിപ്പം മനസ്സിലാകുന്നുണ്ടല്ലോ. യംനഉ മിനൽ വുഖൂഇ ഫിഹാ, ആ നരകത്തിലേക്ക് വീടിനെ തൊട്ട് തടയുന്ന തങ്ങൾ അരക്കെട്ട് പിടിച്ചിട്ട് ബിഗല്ല എന്ന് പിടിച്ചു വെക്കുന്ന ഉപ്പ ഉന്തുന്നു. ഫഖാമ മിൻ നൗമിഹി ഫസഅ, ഉറക്കത്തിൽ പേടിച്ചെണീറ്റ്. വഅലിമ അന്ന നജാതഹു മിനന്നാർ, നരകത്തിൽ വീടലിനെ തൊട്ട് രക്ഷ തകൂനു അലാ യദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണെന്ന് ഈ സ്വപ്നത്തിൽ കൂടി മനസ്സിലായി. ഉപ്പയല്ല എൻ്റെ ആള്. ഫഅത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പോയി. എന്നിട്ടോ ഫദക്കറ ലഹു ദാലിക്, ഈ കണ്ട സ്വപ്നത്തിനെ കുറിച്ചിട്ട് അതിനോട് പറഞ്ഞു. സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഫഖാല ലഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉരീദു ബിക ഖൈർ, നിനക്ക് ഖൈർ ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഉടനെ തങ്ങളെടുത്ത് പോയിക്കോ. ഉപ്പ പറഞ്ഞ തടസ്സമൊന്നും നോക്കണ്ട. വഹാദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉണ്ട്, ഫത്തബിഉഹു, തങ്ങളെ പിൻപറ്റിക്കോ എന്ന് പറഞ്ഞു. ഫഅതാഹു, ഉടനെ അടുത്തേക്ക് പോയി, തങ്ങളത്തിലേക്ക് പോയി. ഫഖാല യാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം, അന്ന് ആ വെളിയിൽ നിന്ന് നിരോധിക്കപ്പെട്ട കാലമല്ല. മാ തദ്ഉ ഇലൈഹി, നിങ്ങൾ എങ്ങോട്ടാണ് ജനങ്ങൾ ക്ഷണിക്കുന്നത്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ഉ ഇലല്ലാഹി വഹദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കലിമയിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. وتخلع ما أنت عليه من عبادة حجر لا يسمع ولا يبصر ولا يضر ولا ينفع, ഉപകാരമോ ഉപദ്രവമോ കേൾവിയോ കാഴ്ചയോ ഒന്നുമില്ലാത്ത കല്ലിനെ ആരാധിക്കണ്ട, അതിന് ഒഴിമാറിക്കോ. കഞ്ഞി മൂലിയും വേണ്ട, കല്ല് മൂലിയും വേണ്ട. അത് ഈമാൻ കഴിയാന്ന് പോലും അവർ ഈമാൻ അങ്ങനെ ഇരിക്കും. അങ്ങനെ വിശ്വസിക്കാന്നല്ലേ അർത്ഥമുള്ളൂ. പൊട്ടിച്ചാത്തലും വിശ്വസിക്കുന്നുണ്ട്, ഒറ്റ മത്സ്യനും വിശ്വസിക്കുന്നുണ്ട്. ഒറ്റ മത്സ്യൻ്റെയും വിശ്വാസം അഹ്ലുസുന്നത്തെന്ന് ഞാൻ അന്നത്തെല്ലാം വന്ന് ഒറ്റ മത്സ്യം ഇല്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ ബാബുദറിനെ വളർന്നപ്പോഴാണെങ്കിൽ ഞാൻ ഇന്നലെ അയിനെ നീക്കി ഇന്ന് അസർ നീക്കുമെന്ന് പറഞ്ഞു. തച്ചാൽ ഇത്ര തന്നെ നമുക്ക് കണ്ടിട്ടല്ലോ. ഇപ്പം തൽപ്പുറം ഒറ്റ മത്സ്യമില്ല. ഇതാണ് തങ്ങളെ ദഅവത്ത്. ഫഅസ്ലമ ഖാലിദ്, ഉടനെന്താക്കി ഖാലിദ് മുസ്ലിമായി. വഫിൽ വഫായി ലിസയ്യിദ് സംഹോദി റളിയല്ലാഹു അൻഹു, അതൊരു കിതാബിൻ്റെ പേര് വഫാ വൽ വഫാ. അത് മക്ക മദീന ബൈത്തുൽ മുഖദ്ദസ് 3 പ്രധാനപ്പെട്ട നാടുണ്ടല്ലോ, നമ്മുടെ ഖിബലൻ്റെ നാടല്ലേ. മക്കയും മദീനയും ബൈത്തുൽ മുഖദ്ദസും ഇസ്ലാമിൻ്റെ കേന്ദ്രങ്ങളാണല്ലോ. അതിൻ്റെ താരീഖും അതിൻ്റെ ചരിത്രങ്ങളും പറയണം. അപ്പോൾ ഇപ്പം അങ്ങ് കിട്ടും, 5 മുജല്ലദുണ്ട്. അതിലുണ്ട് അൻ ഉമ്മി ഖാലിദിൻ, ഈ ഖാലിദിൻ്റെ മകൾ പറഞ്ഞില്ലേ, ബിൻത് ഖാലിദ് ബിൻ സഈദ്, അന്നഹ ഖാലത്ത് കാന ഖാലിദ് ബിൻ സഈദ് ദാത ലൈലത്തിൻ, ഉപ്പാനെ പറ്റിയാണ് പറയുന്നത്. ഒരു രാത്രി ബാപ്പ ഉറങ്ങുന്നു, നായിമൻ ഖബല മബഅസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ അയക്കപ്പെടുന്നതിന് മുമ്പാണിത്. فقال رأيت كأني غشيت مكة ظلمة حتى لا يبصر امرؤ كفه,
മക്കയിൽ മുഴുവനും വമ്പിച്ച ഇരുട്ട് പരന്നിട്ടുണ്ട്. ഒരാൾ ഇങ്ങനെ കൈ നോക്കിയാൽ സ്വന്തം കൈ പോലും ഇരുട്ടത്ത് കാണാൻ കഴിയുന്നില്ല, അത്രമാത്രം ഇരുട്ട് മൂടിയിട്ടുണ്ട് ഇവിടെ മക്കയിൽ. ഇത് മറ്റൊരു സ്വപ്നമാണ്. ഫബൈനമാ ഹുവ കദാലിക, അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഖറജ നൂറും മിൻ സംസം, സംസമിൽ നിന്നതാ ഒരു പ്രകാശം ഇങ്ങനെ പുറപ്പെടുന്നു. സുമ്മ അലാ ഫിസ്സമാ, അത് ആകാശത്തിലേക്ക് ഉയർന്നു ആ പ്രകാശം. ഫഅളാഹ ഫിൽ ബൈത്തി, അങ്ങനെ ബൈത്ത് എന്ന് വെച്ചാൽ കഅബയിൽ മുഴുവൻ പ്രകാശം ചൊരിച്ചു. സുമ്മ അസാബ മക്കത്തക്കുല്ല, പിന്നെ മക്കയിലേക്ക് നടന്നു. അതിലേക്ക് എന്നത്തിൽ കണ്ടാൽ നടുക്ക് കഅബ, ചുറ്റുഭാഗത്ത് മതാഫ്, പിന്നെ മസ്ജിദുൽ ഹറാം, അതെല്ലാം ഉൾക്കൊള്ളുന്ന സ്ഥലം മക്ക. ഇങ്ങനെയല്ല ഇത് ദാഹിറുള്ളത്. ആദ്യം കഅബത്തിൽ പ്രകാശിച്ചു, പിന്നെ മക്കയിലേക്ക് എത്തി. സുമ്മ തഹവ്വല ഇലാ യസ്രിബ്, പിന്നെ ആ പ്രകാശം പോകുന്നിടത്തേക്ക് മദീനയിലേക്കാണ്. ഫഅസ്വാബഹ, അവിടെയും പ്രകാശം വരുന്നു. ഹത്ത, ഇത് വളരെ വ്യക്തമായ സ്വപ്ന ഇത്. ഹത്ത ഇന്നി ലഅൻദുറു ഇലൽ ബുസ്രി ഫിൻ നഖ്ലി, ആ മദീനയിലേക്ക് പ്രകാശം വരുന്നിട്ട് ഈത്തപ്പനയിലുള്ള ആ പെറുക്കാനായ കരിമ്പേക്ക് ഈത്തപ്പല്ലേ, അതുപോലും കാണുന്നുണ്ട് വെളിച്ചത്ത്. നമ്മളെ തേങ്ങൻ്റെ മാതിരി ഈത്തപ്പേക്കൽ ഓരോ ഘട്ടങ്ങളുണ്ടല്ലോ, അതിലുള്ള കൊലയിലുള്ള ബുസ്റ് വരെ ഞാൻ കാണുന്നു. ഫസ്തൈഖൽതു, ഞാൻ ഉണർന്ന്. ഫഖസസ്തുഹ അലാ അഖി അംറിൻ, എൻ്റെ സഹോദരനുണ്ട് അംർ, അതാണ് നേരത്തെ പറഞ്ഞാണ് ഖാലിദിൻ്റെ അനിയൻ അംർ ബിൻ സഈദ്. വഖാന ജസലർ റഈ, ഈ അംർ ആരാന്നറിയോ? അഭിപ്രായം പറഞ്ഞ നല്ല ഉറച്ചൊരു അഭിപ്രായം പറയും, നല്ല തൻ്റെ ഇടമുള്ള ആളാ. ഫഖാല, അപ്പോൾ അനുജൻ പറഞ്ഞു, യാ അഖി ഇന്ന ഹാദൽ അംറു ഫീ ബനി അബ്ദുൽ മുത്തലിബ്, ഈ കാര്യം അബ്ദുൽ മുത്തലിബിൻ്റെ സന്താന പരമ്പരയിലുള്ളതാണല്ലോ. എന്തുകൊണ്ട്? അലാ തറാന്നഹു ഖറജ മിൻ ഹഫ്രി അബീഹിം, ബലിയുപ്പാപ്പ കുഴിച്ചതല്ലേ സംസം, അവിടെ നിന്നാണല്ലോ പ്രകാശം പൊങ്ങിയത്. സുമ്മ ഇന്നഹു ദക്കറ ദാലിക ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളോട് ഈ കാര്യം പറഞ്ഞ് ബഅദ മബ്അസി, തങ്ങൾ റസൂലാക്കി നിയമിക്കപ്പെട്ടതിന് ശേഷം മുമ്പിങ്ങനെ സ്വപ്നം കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഫഖാല യാ ഖാലിദു അന ദാലിക നൂർ, നീ കണ്ട പ്രകാശം ഞാനാണ്. സല്ലല്ലാഹു അലൈഹി വഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വഖസ്സ അലൈഹി മാ ബഅസഹുല്ലാഹു ബിഹി ഫഅസ്ലമ ഖാലിദ്. ആ കിസ്സ പറഞ്ഞു കൊടുത്തപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. വഅലിമ ബിദാലിക അബൂഹു, ഇത് ഉപ്പ അറിഞ്ഞ്. അത് സയ്യിദ് വഹുവ സയ്യിദ് അബൂ ഉഹൈഹ എന്നാണ് അയാൾ ഓമനപ്പേര്, സയ്യിദ്. വകാന മിൻ ഉലമായ ഖുറൈശ്, ഖുറൈശികളിലെ കൂട്ടത്തിൽ വലിയൊരു മൂപ്പനാണ്. വക്കാന ഇതേത്തമ്മലം നേത്തം ഖുറൈശിയുൻ യദാമല്ലോ, മൂപ്പർ തലിക്കെട്ട് കിട്ടിയാൽ ബറാരിക്ക് തലിക്കെട്ട് കെട്ടാൻ പാടില്ല, അവർ ആദരിച്ചിട്ട്. അങ്ങനത്തെ പൊരിച്ചാക്കപ്പെട്ട ആളാന്നാല് ഇപ്പ. അല്ല ഒമിൻ തമ്മ കാല ഫീഹി അബാ ഉഹൈഹത്തിൻ വൻഅത്തം മുഹമ്മദ് യോമൻ വൈൻ കാനദ മാലിം വദാ അദദി, എത്ര പണമുള്ള ആളായാലും എല്ലാ സംഗതി എന്താ ഒരുമിച്ച് കൂടിയ ആളായാലും ശരി, അബൂ ഹൈഹത്ത് തലിക്കിട്ട് ഇട്ടി കഴിഞ്ഞാൽ വേറെ തലിക്കിട്ട് ഇട്ടാൻ പാടില്ല, ബഹുമാനിച്ചോളണം. വഇന്ദ ഇസ്ലാമി വലദിഹി, മകൻ മുസ്ലിമായത് അറിഞ്ഞില്ലേ ഖാലിദ്, അർസല ഫീ ത്വലബിഹി, ആ ഖാലിദിന് എവിടെയുണ്ടെന്ന് വെച്ചാൽ ആളെ പരിധാനിച്ച് ആ ഖാലിദിനെ പിടിച്ചിട്ട് വാ. അങ്ങനെ ഫന്തഹറഹു, വല്ലാണ്ട് ആട്ടിച്ച്, വദറബഹു ബിമിഖ്റഅത്തിൻ, കയ്യിലുള്ള ഒരു ആയുധം കൊണ്ടെന്താക്കി അടിച്ചിട്ട്, കാനത്ത് ഫീ ഹത്താ കസ്റഅല റഅസി, അത് തന്നെ പൊട്ടിപ്പോയി ആ കയ്യിലുള്ള തലക്കടിച്ചിട്ട്. സുമ്മ ഖാല, പിന്നെ പറഞ്ഞു, അത്തിത്തബഅത മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ പിൻപറ്റടാ. വഅൻത തറാ ഖിലാഫഹു ലിഖൗമിഹി, നമ്മുടെ നാട്ടുകാർക്ക് എതിരായിട്ട് വന്നിട്ടില്ലേ. വമാ ജഅ ബിഹി മിൻ ഐബിൻ ആലിഹതിഹി, നാട്ടുകാർ ആരാധിച്ചു വന്നിരുന്ന ആലിഹത്തിനെ കുറ്റം പറഞ്ഞിട്ടില്ലേ, നബിതങ്ങളെ പറ്റിയാണ് പറയുന്നത്. വഅയ്യബ മമ്മദാ മിൻ ആബാഇഹിം, പിതാക്കന്മാരിൽ നിന്ന് മുൻകഴിഞ്ഞ ആളുകളെ അവർ കുറ്റപ്പെടുത്തിയില്ലേ, ഉണ്ടെന്ന് വിശ്വസിക്കുക. ഫഖാൽ, മകൻ പറഞ്ഞു, വല്ലാഹി തബിഅതു അലാ മാ ജഅ ബിഹി, തങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ പിൻപറ്റിയിട്ടുണ്ട്, നിങ്ങൾ അടിച്ചാൽ തിരക്കുള്ള ആട്ടിയാൽ തിരക്കുള്ള ഞാൻ വിടൂല.
അപ്പോൾ ഖദീബ അബൂഹു, ഉപ്പാക്ക് പിന്നെ ദേഷ്യം പിടിച്ചില്ലേ? കാല ഇത് ഹബില യുഗ ഹൈസ്, എവിടെയെങ്കിലും പോടാ, ഇവിടുന്ന് ഇറങ്ങി പോടാന്നിട്ട് ആട്ടി. വക്കാല മൂപ്പറ പറയുന്നു, വല്ലാഹി ല അംന അന്നകൽ കൂത്തന്ന്, എനിക്ക് ഒരു പിടി ഭക്ഷണം തരൂല ഞാൻ. ഫക്കാല, അപ്പം ഖാലിദ് പറഞ്ഞ് ഇമ്മനഅതനി ഫല്ലാഹു യർസുഖനി, ഉപ്പ ഭക്ഷണം തരൂല്ലെങ്കിൽ അല്ല ഉണ്ട്, എനിക്ക് നല്ല ഭക്ഷണം തരുമെന്ന്. എത്ര മാ ആയിഷുബി, എൻ്റെ ജീവിതം എത്രയാണോ അത്രത്തോളം അള്ളാഹു ഭക്ഷണം തരും, ഉപ്പാൻ്റെ ഭക്ഷണം വേണ്ട. ഫഅഖ്റജഹു, അങ്ങനെ നാട്ടിൽ നിന്ന് ആകെ പുറത്താക്കിയിട്ട് വക്കാലലി ബനീഹി, മക്കളോട് പറഞ്ഞു, വലം യകൂനു അസ്ലമു, അന്ന് മറ്റുള്ള മക്കൾ മുസ്ലിമായിട്ടില്ല. ലാ യുകല്ലിമുഹു അഹദും മിൻകും, നിങ്ങളിൽപ്പെട്ട ആരും ഇവനെ കണ്ടാൽ മുണ്ടാൻ പാടില്ല. സഹോദരന്മാരോട് പറഞ്ഞ്, നമ്മൾ പാർട്ടിക്കാർ തീരുമാനിക്കും പോലെ കണ്ടാൽ മുണ്ടാൻ പാടില്ല, സ്ഥലം ചെല്ലാൻ പാടില്ല, മയ്യത്ത് നോക്കാൻ പാടില്ല, രോഗം കാണാൻ പാടില്ല. പോയെങ്കിൽ പോയല്ലേ പൊട്ടത്തിൽ കാണുന്നുണ്ടല്ലോ, ബഹിഷ്കരിക്കണം. ഇല്ല സനഅതു ബിഹി മിസ്ലഹു, അങ്ങനെ ആരെങ്കിലും മിണ്ടിയെങ്കിൽ ഖാലിദിന് കിട്ടിയ പോലെ അടിയും പൊട്ടിക്കലെല്ലാം കാണും. അതുകൊണ്ട് അത് നിങ്ങൾ കണ്ടാന്ന് മറ്റുള്ള മക്കളോട്. ഫൻസറഫ ഖാലിദുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ അടുക്കലേക്ക് പോയി തങ്ങളൊപ്പം കൂടി. വകാന യൽസമുഹു വയഈശു മഅഹു വയഗീബു അൻ അബീഹി ഫി നവാഹി മക്ക, തങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ അവിടെ കൂടും. അന്ന് കുറവായിരിക്കുമല്ലോ. പക്ഷെ എന്താന്ന്, ഇന്നീ നസീലുക്ക വന്നസീലു ലദൈക്കയ, ഇതിനപ്പുറം ഖൈറൽ അനാമി ബികുല്ലി ഖൈരിൻ യഖ്തദി, യഅ്തദി അല്ല, യഅ്തദി എന്നാൽ ആക്രമണം ചെയ്യുന്ന അർത്ഥം കിട്ടില്ലേ. ഞാൻ തങ്ങളെ വിരുന്നുകാരനാണ്, തങ്ങൾ വിരുന്നുകാരനായാൽ എല്ലാവരും കോളം ഭക്ഷിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അതാണ് ഭക്ഷണം കഴിക്കലല്ലേ. ഏത്തതിന്നല്ലേ അന്ന് മങ്കൂസ് ഓതണ്ട, അതിനകത്ത് മങ്കൂസ് പടക്കാന്ന് ഓതാൻ പാടില്ല എന്ന് ഉസ്താദ് പറഞ്ഞതിനൊക്കെ അർത്ഥം. മങ്കൂസ് പാടണ്ട എന്നല്ല പറഞ്ഞത്, മങ്കൂസ് തെറ്റ് പാടണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് തരീക്കൽ ഹക്കി വൽ ഫർജി. ഹക്ക് എന്ന് പറഞ്ഞാൽ മാന്തലം, എക്സിമ. ബണ്ടെന്താന്ന് ഹക്ക്. അപ്പം തങ്ങൾക്ക് പോയിട്ട് എന്തോ കിട്ടുന്ന ഭക്ഷണം കഴിച്ചു. വയഗീബു അൻ അബീഹി ഫി നവാഹി മക്ക, മക്കൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഉപ്പ് ഉണ്ടെങ്കിൽ എന്താക്കും, മൂപ്പർ വിളിച്ചു. ഇവിടെ തല്ലൂല്ലേ. ഹത്താ ഖറജ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു ഇലാ അർദിൽ ഹബശ, ഹബശയിലേക്ക് ഹിജ്റ പോയല്ലോ. ഹിജ്റത്ത് സാനി, രണ്ടാമത്തെ തവണ. ഒന്നാമത്തെ തവണ പോയി മടങ്ങി വന്ന് വീണ്ടും ആ പോയ കൂട്ടത്തിൽ ഹബശയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. ഫകാന ഖാലിദുൻ അവ്വലു മൻ ഖറജ ഇലൈഹ, ഹബശയിലേക്ക് പോകുന്ന ആദ്യത്തെ ആള് ഖാലിദാണ്, രണ്ടാമത്തെ ഹിജ്റയിൽ. അത് പറയും. വദുക്കിറ അൻ വാലിദിഹി സഈദ്, വാലിദാരം സഈദ് അല്ലേ, അന്നഹു മരിദ, രോഗിയായപ്പോൾ ഫക്കാൽ, അയാൾ പറഞ്ഞു, ഇൻ റഫഅനില്ലാഹു മിൻ മർളി ഹാദാ, എൻ്റെ ഈ രോഗത്തിൽ നിന്ന് ഞാനെങ്ങാൾ എണീച്ചെങ്കിലുണ്ടല്ലോ, ലാ യുഅബ്ദു ഇലാഹു ഇബ്നു അബീ കബശ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ഇബ്നു അബീ കബശ എന്നാണ് അവർ വിളിക്കല്. അതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. പഴയ കാലത്ത് നാട്ടിലുള്ള സമ്പ്രദായങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയ സമ്പ്രദായം കൊണ്ടാകുന്ന ചരിത്രമുണ്ട്. അതിനോട് ഉപമിച്ചിട്ട് എന്താക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബീ കബശ എന്ന് വിളിക്കും. അപ്പോൾ തങ്ങളെ ഉദ്ദേശിക്കുന്നു. ഇബ്നു അബീ കബശ പറയുന്ന ഇലാഹ് ആരാധിക്കപ്പെടൂല, അത്ര കണ്ട് ഇയാളെന്താക്കും, അക്രമം അടിച്ചു വിടുന്നല്ലേ അർത്ഥം. മകനെന്താക്കി, എണീപ്പി കണ്ടു കെട്ടു. ദീനിനെതിരായിട്ട് വേറെ കുടുംബം എന്താ ഇല്ലല്ലോ. ഫഖാല ഖാലിദുൻ ഇൻദ ദാലിക വൻ അല്ലാഹു ലാ തറഫ, എണീപ്പിക്കാൻ പാടില്ല. ഫതുഫിയ ഫീ മർദി ദാലിക, അതിൽ തന്നെ മരണപ്പെട്ടു. പണ്ട് സഅദ് ബിൻ അബീ വഖാസ് അങ്ങാക്കിയ പോലെ അമ്മാരോട് പറഞ്ഞില്ലേ, ആവശ്യമുണ്ടെങ്കിൽ തിന്നോ കുടിച്ചോ, ഞാൻ മാറുമെന്ന് വിചാരിച്ചിട്ട് ഇതൊന്ന് കട്ടണ്ടാവും.
വഖാലിദുൻ ഹാദാ അവ്വലു മൻ കതബ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുത്തിലും മറ്റൊക്കെ എഴുതുന്ന ആദ്യത്തെ ആൾ ഖാലിദായിരുന്നു. അതിന് മുമ്പുണ്ടായിരുന്നു. എവിടെ? സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ കാലത്തില്ലായിരുന്നു. ഫൈന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ. ഇത് അറബികളുടെ കൂട്ടത്തിൽ നിന്നു. ഇനി വഅസ്ലമ അഖൂഹു അംറുൻ, സഹോദരനുടെ അംറു മുസ്ലിമായിട്ടുണ്ട്. വസബബു ഇസ്ലാമിഹി, അമറും ഇസ്ലാമാൻ കാരണം ഇക്കാക്ക കണ്ട അതേ സ്വപ്നം മൂപ്പറും കണ്ടിട്ടുണ്ട്. എന്തത്? അന്നഹു റആ നൂറൻ ഖർജ മിൻ സംസമ അളാഅത്ത് മിൻഹു നഖീലുൽ മദീന ഹത്താ റഅൽ ബുസ്റ ഫീ. അതും ചുരുക്കത്തിൽ പറഞ്ഞതാണ്. ഇത് സംസമിൽ നിന്ന് മക്കയിലാകെ ഇരുട്ട് പരന്നു. സംസമിൽ നിന്ന് ഒരു പ്രകാശം പൊങ്ങി, അത് കഅബത്തിലേക്കെത്തി, പള്ളിയിലേക്കെത്തി, മക്കയിലേക്കെത്തി, മദീനയിലേക്കെത്തി എന്നല്ലേ പറഞ്ഞേ. ഇതേ സ്വപ്നം ആരും കണ്ട്? അംറും കണ്ട്. ഫഖസ്സറു ഇയ്യാഹു, ആ സ്വപ്നത്തിന് വ്യാഖ്യാനിച്ച ഫഖീല ലഹു ഹാദിഹി ബിഇറു ബനി അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിൻ്റെ കിണറാണിത്. ഇത് ഇസ്മായിൽ അലൈഹിസ്സലാം വലിയുപ്പാപ്പയല്ലേ, അതടക്കുന്ന സംസം മൂടി. എന്നിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആര് തുറക്കുന്നത്? അബ്ദുൽ മുത്തലിബ് സ്വപ്നം കണ്ട് തുറക്കുന്ന നമ്മൾ മുമ്പ് വിശാലമായി ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശിക്കായത്തിൻ്റെ അധികാരം മുഴുവൻ ആരിക്കായി? അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾക്കായി. വഹാദൻ നൂറ് മിൻഹും യകൂൻ, അപ്പോൾ ആ പ്രകാശം അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ നിന്നാകുന്നു. ഫഖാല സബബൽ ഇസ്ലാമിഹി, അത് മുസ്ലിം ആകാനുള്ള കാരണമായി മാറി. അപ്പോൾ ഏട്ടനും അനിയനും ഒരേ സ്വപ്നം കണ്ടു എന്നായി ഇപ്പോൾ ചുരുക്കത്തിൽ. വതഖദ്ദമ ഖരീബൻ അന്ന ഹാദിഹി റുഅ്യത ബഖാത ലി അഖീഹി ഖാലിദ്. ഇപ്പോൾ തൊട്ട മുമ്പെന്ന് പറഞ്ഞിട്ട് ഇതേ സ്വപ്നം ഖാലിദും കണ്ടിരുന്നത്. വകാനത്ത് സബബൽ ഇസ്ലാമിഹി, അപ്പം എന്താകും? വഅന്നഹു ഖസ്സഹ അലാ അഖീഹി അംറിൻ, അംറിനോട് ഏട്ടൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വൽ മദ്കൂറു ഫഹുവ മിൻ ഖലത്തി ബഅദിർ റുവാത്തി, അത് റിവായത്ത് ചെയ്ത ആളെ വെക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാവാൻ സാധ്യതയുണ്ട് എന്നാണ് ആദ്യം പറഞ്ഞത്. ഇത് രണ്ടെണ്ണം എൻ്റെ പയ്യ മൂപ്പർ ഒപ്പിക്കുന്നത് ഒരേ സ്വപ്നം രണ്ടാൾ കണ്ടാൽ എന്താ എതിരുള്ളത്? ഏട്ടനും കണ്ടു, അനിയനും കണ്ടു. ഇല്ല അൻ യുഖാല ലാ മാനിഅ മിൻ തഅദ്ദുദി ഹാദിഹി റുഅ്യ ഖാലിദ് ലി ഖാലിദിൻ വലി അഖി അംരിൻ. ഖാലിദും കണ്ടു, അനുജനും കണ്ടു, അതിനെന്താ തടയത്? വഅന്നഹാ കാനത് സബബൽ ഇസ്ലാമിഹിമ, അവർ രണ്ടാളും മുസ്ലിം ആവാനുള്ള കാരണമായി. ഇനി വഅസ്ലമ മിൻ ബനി സഈദിൻ അബാൻ ബിൻ സഈദ് ഹകം ബിൻ സഈദ്. കണ്ടാ, രണ്ടാളും മുസ്ലിമായിട്ടുണ്ട്. അപ്പോൾ ഒരു പല 4 മക്കൾ മുസ്ലിമായി. ഖാലിദ്, പിന്നെ അംർ, പിന്നെ അബാൻ ബിൻ സഈദ്, ഹകം ബിൻ സഈദ്, 4 ആൾ മുസ്ലിം. അല്ലദീ സമ്മാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ്. ആർക്ക്? ഹക്കമിന് തങ്ങൾ അബ്ദുല്ലാ എന്ന് പേരിട്ടിട്ടുണ്ടായിരുന്നു. സുഹൈബ് റളിയല്ലാഹു അൻഹു റോമക്കാരനാണ്, മൂപ്പർ മുസ്ലിമായത്. സുഹൈബ് ഒരു മക്കക്കാരനല്ല, ഓം അങ്ങനെ വിറ്റിട്ട് എന്താക്കിയെന്നറിയോ? അടിമയായിട്ട് മക്കത്തേക്ക് എത്തിയതാ. അത് ഹുബൈബല്ല, ഇത് സുഹൈബ്. മൂപ്പറ പൈസനെ സമ്പാദിച്ചത് തട്ടിയെടുത്തിട്ട് ആയത്തിലല്ലേ. ഇപ്പോൾ അമിനാസ് മഞ്ഞസിനെ മറുതാത്തില്ല എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയില്ലേ? സുഹൈബിന് റൂമി, അത് മുമ്പ് തീന്നു നടക്കട്ടെ. ഇനി സുഹൈബ്, ഹുസൈന്, അതോടുകൂടി